ഓം ശാന്തി. ഓം ശാന്തി. പിന്നെ 22/2/2026 ഇന്ന് അവ്യക്ത മുരളിയാണ്. റിവൈസ് ഡേറ്റ് 5/2/2009. ഇന്നത്തെ മുരളിയുടെ ഹെഡിങ് ബാബ പറയുന്നത്, സേവനം ചെയ്യുമ്പോൾ ഡബിൾ ലൈറ്റ് സ്ഥിതിയിലൂടെ ഫരിഷ്ത സ്ഥിതിയുടെ അവസ്ഥയിലിരിക്കൂ. അശരീരിയാകുന്നതിൻ്റെ അഭ്യാസം ചെയ്യൂ. പിന്നെ മുഴുവനും മുരളിയിൽ ബാബ കൂടുതലും പറയുന്നത് ഡബിൾ ലൈറ്റ് ഫരിസ്ത, ആ അവസ്ഥയിലേക്ക് വരാനാണ് ബാബ പറയുന്നത്. ഇന്ന് ബാബ്ദാദ നാനാഭാഗത്തുമുള്ള കുട്ടികളുടെ 3 രൂപങ്ങളാണ് കാണുന്നത്. ബാബയുടെ 3 രൂപങ്ങളെ അറിയുന്നത് പോലെ കുട്ടികളുടെയും 3 രൂപങ്ങൾ കാണുകയാണ്. ബാബ നമ്മൾ കുട്ടികളുടെ 3 രൂപങ്ങളാണ് ഇന്ന് കാണുന്നത്. ആ 3 രൂപങ്ങൾ ബാബ പറയുന്നത് ഈ സംഗമയുഗത്തിന്റെ ലക്ഷ്യവും ലക്ഷണവുമാണ്. സംഗമയുഗത്തിന്റെ ലക്ഷ്യം അതുപോലെ ലക്ഷണം, അതാണ് 3 രൂപത്തിൻ്റെതായിട്ട് ബാബ കാണുന്നത്. അതില് ആദ്യത്തെ സ്വരൂപം ഏതാണ്? ബ്രാഹ്മണ സ്വരൂപം. രണ്ടാമത്തേത് ഫരിസ്ത, മൂന്നാമത്തേത് ദേവത. അപ്പൊ ബ്രാഹ്മണൻ, ഫരിസ്ത, ദേവത, ഈ 3 സ്വരൂപങ്ങളെയാണ് ബാബ ഇന്ന് നമ്മൾ കുട്ടികളിൽ കാണുന്നതെന്ന് ബാബ പറയാം. ബ്രാഹ്മണനിൽ നിന്നും ഫരിസ്തയാകുന്നു, ഫരിസ്തയിൽ നിന്നും ദേവതയാകുന്നു. അപ്പൊ ആദ്യം ബാബ നമ്മളെ വന്ന് ദത്തെടുത്ത് കഴിഞ്ഞ് നമ്മൾ ആരായിട്ടാണ് മാറുന്നത്? ബ്രാഹ്മണനായിട്ട് മാറും. പിന്നീട് ബ്രാഹ്മണനിൽ നിന്നും നമ്മൾ പുരുഷാർത്ഥം ചെയ്ത് ഫരിസ്തയാകും, ഫരിസ്ത ദേവതയായിട്ട് മാറും. അപ്പോൾ ബാബ പറയാണ്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ വർത്തമാന സമയത്ത്, അതായത് ഈ ഒരു സമയത്ത് പ്രത്യേകം നിങ്ങളുടെ മുന്നിൽ ഏത് ലക്ഷ്യമാണുള്ളത്? ഇപ്പൊ നമ്മുടെ മുമ്പിൽ ഏത് ലക്ഷ്യമാണുള്ളത് എന്ന് ബാബ ചോദിക്കുകയാണ്. ഫരിസ്തയാകാതെ ദേവതയാകാൻ കഴിയില്ല. വർത്തമാന സമയവും സ്വന്തം പുരുഷാർത്ഥവും അനുസരിച്ച് ഇപ്പോഴത്തെ ലക്ഷ്യമാണ് ഫരിസ്തയാവുക. അതായത് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്രാഹ്മണരായി അല്ലെ, ബാബ നമ്മളെ ദത്തെടുത്ത് ബാബയുടേതാക്കി മാറ്റി, അർത്ഥം നമ്മൾ ബ്രാഹ്മണരായി. ഇനി അടുത്ത ലക്ഷ്യം എന്താണ്? ഫരിസ്തയാകുക. അപ്പൊ ഫരിസ്തയാകുക എന്നുള്ളതാണ് വർത്തമാന സമയത്തെ ലക്ഷ്യമെന്ന് ബാബ പറയാം. സംഗമയുഗത്തിന്റെ പൂർണ്ണ സ്വരൂപം ഫരിസ്തയും ദേവതയുമാകുക എന്നതാണ്. ഈ സംഗമയുഗത്തിലാണ് നമ്മൾ ഫരിസ്തയായിട്ടും പിന്നെ അതിന്റെ പ്രാപ്തിയായിട്ട് ദേവതയായിട്ട് മാറുന്നത്. അപ്പൊ പൂർണ്ണ സ്വരൂപം എന്താണ്? ഫരിസ്ത സ്വരൂപമാണ്. ബ്രാഹ്മണൻ മാത്രമായിട്ടിരുന്ന ഒരിക്കലും ദേവതയാകില്ല. ബ്രാഹ്മണനിൽ നിന്നും ഫരിസ്തയാകണം. എന്നാൽ മാത്രമേ ഫരിസ്തയിൽ നിന്ന് ദേവതയായിട്ട് മാറാൻ സാധിക്കുള്ളൂ. ഫരിസ്തയുടെ നിർവചനം ബാബ പറയാണ്, ഫരിസ്ത എന്നാൽ പഴയ ലോകത്തിന്റെ സംബന്ധവും സംസ്കാരവും സങ്കല്പങ്ങളിൽ നിന്നും ലൈറ്റ് ആയിട്ടിരിക്കാം. ഫരിസ്ത എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? ലൈറ്റ് സ്വരൂപമാണ് അല്ലെ, വളരെ ലൈറ്റ്. നമ്മൾക്ക് ഒന്നിന്റെയും ഒരു ഭാരം, സങ്കല്പങ്ങളുടെയോ സംബന്ധത്തിന്റെയോ ഒന്നിന്റെയും ഒരു ഭാരമില്ലാതെ എല്ലാത്തിൽ നിന്നും വേറിട്ടിരിക്കുന്ന ആ ഒരു അവസ്ഥയാണ് ഫരിസ്ത സ്വരൂപം. അതാണ് ബാബ പറയുന്നത്, പഴയ ലോകത്തിൽ നിങ്ങൾക്ക് സംബന്ധങ്ങളുണ്ട്, നിങ്ങളുടെ പഴയ സംസ്കാരങ്ങളുണ്ട് അല്ലെ. ബാബയെ കിട്ടുന്നതിനേക്കാളും മുൻപ് നമ്മളിൽ വേറെ വേറെ സംസ്കാരങ്ങളായിരുന്നു. ബാബയെ കിട്ടിയിട്ട് ബാബയുടെ ശ്രീമതം അനുസരിച്ച് നടന്നപ്പോഴാണ് നമ്മുടെ സംസ്കാരങ്ങളിൽ പരിവർത്തനം വന്നു തുടങ്ങിയത്. അതാ ബാബ പറയുന്നത്, പഴയ ലോകത്തിന്റെ സംബന്ധം, സംസ്കാരം, സങ്കല്പം, അതിൽ നിന്നെല്ലാം ലൈറ്റായിട്ടിരിക്കുക. ഒരിക്കലും അതിൻ്റെ ഒരു ഭാരം നമ്മളിൽ ഉണ്ടാകരുത്. അതാണ് ബാബ പറയുന്നത്. അതാണ് ഫരിസ്ത സ്വരൂപം എന്ന് പറയുന്നത്. പഴയ എല്ലാ സംസ്കാരങ്ങളിലും ലൈറ്റായിരിക്കണം. പഴയ സംസ്കാരങ്ങൾ, കടുത്ത സംസ്കാരങ്ങൾ നമുക്കുണ്ടായിരുന്നു. ബാബ പറയണത് അതൊന്നും പാടില്ല. അതിൽ നിന്നെല്ലാം നിങ്ങൾ വളരെയധികം ലൈറ്റ് അല്ലെ. ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, ആ ഭാരമില്ലാത്ത അവസ്ഥ. പഴയ സംസ്കാരങ്ങൾ എപ്പോഴും നമുക്ക് ഒരു ഭാരമാണ് മനസ്സിന് അല്ലെ. അതിൽ നിന്ന് നിങ്ങൾക്ക് വളരെയധികം ലാഘവത്വം വേണമെന്നാണ് ബാബ പറയുന്നത്. നിങ്ങളുടെ സംസ്കാര സ്വഭാവത്തിൽ ലോകത്തിൽ ലാഘവത്വമല്ല. ഫരിസ്തയുടെ അർത്ഥം എന്താണ്? സർവരുടെ സംബന്ധത്തിൽ വരുമ്പോഴും സർവരുടെയും സ്വഭാവ സംസ്കാരങ്ങളോടാണ് നിങ്ങൾ ലൈറ്റായിരിക്കേണ്ടത്.
അതായത് ഈ പഴയ സംസ്കാര സ്വഭാവത്തിൽ നിന്ന് ഞാൻ ലൈറ്റ് ആയിരിക്കുന്നു, അല്ലെങ്കിൽ പഴയ ലോകത്തിൽ നിന്ന് ഞാൻ വേറിട്ടിരിക്കുന്നു, അങ്ങനെയല്ല. നമ്മൾ സംബന്ധ സമ്പർക്കം എന്തായാലും ഉണ്ടായിരിക്കും അല്ലെ? ബ്രാഹ്മണ പരിവാരമായിട്ടും ലൗകികത്തിലെ പരിവാരമായിട്ടും പിന്നെ സമൂഹത്തിലും ഒക്കെ ആയിട്ട് സംബന്ധ സമ്പർക്കം വരും. അതിലിരുന്നു കൊണ്ടും നമ്മുടെ സ്വഭാവം എങ്ങനെയായിരിക്കണം? ലൈറ്റ് ആയിട്ടിരിക്കണം. അതാണ് ഫരിസ്ത. എല്ലാവരുടെ ഇടയിൽ ഇരുന്നു കൊണ്ടും വേറിട്ട് ഇരിക്കുന്ന അവസ്ഥ, അതാണ് ഫരിസ്ത. അല്ലാതെ തനിയെ ജീവിക്കണോ അപ്പൊ ഞാൻ ഫരിസ്ത, അങ്ങനെയല്ല ബാബ പറയുന്നത്. ഈ ലാഘവത്വം, അതായത് ഈ ഒരു ലൈറ്റ് ആയിട്ടിരിക്കുന്നതിന്റെ അടയാളം എന്താണ് എന്ന് ബാബ ചോദിക്കുക. ഇപ്പൊ നമുക്ക് എങ്ങനെയാണ് ഫരിസ്തയായിട്ടാണ് ഞാൻ ഇരിക്കുന്നത് എന്ന് നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? അതാണ് ബാബ പറയുന്നത്. ആ ഫരിസ്ത ആത്മാവ് സർവരുടെയും പ്രിയപ്പെട്ടവരാകും. അതാണ് അതിന്റെ അടയാളം. സർവർക്കും, ബാബയ്ക്കും സ്വയത്തിനും ബ്രാഹ്മണ പരിവാരത്തിനും ലൗകിക പരിവാരത്തിനും എല്ലാവർക്കും പ്രിയപ്പെട്ടതാണെങ്കിൽ അവരേതാണ് സ്റ്റേജ്? ഫരിസ്ത സ്റ്റേജാണ്. അതാണ് ബാബ അതിന്റെ അടയാളം പറയുന്നത്. ഫരിസ്ത ആത്മാവ് സർവരുടെയും പ്രിയപ്പെട്ടവരായിരിക്കും. ചിലരുടെ മാത്രം സ്നേഹമല്ല, എല്ലാവർക്കും പ്രിയപ്പെട്ടവർ. അങ്ങനെയാണ് ഫരിസ്ത എന്ന് ബാബ പറയാം. ഏതുപോലെ? അതിന് ഉദാഹരണം ബാബ ആരെയെ പറയുന്നത്? ബ്രഹ്മബാബയെ. ബ്രഹ്മബാബ എങ്ങനെയായിരുന്നു? എല്ലാവരും ബ്രഹ്മബാബ ഞങ്ങളുടേത് എന്ന് കരുതിയിരുന്നു. ബ്രഹ്മബാബ ഒരിക്കലും നമ്മൾ പറയില്ല ബ്രഹ്മബാബ നിങ്ങളുടേതാന്നല്ല പറയാ. നമ്മൾ എന്താ പറയാ? എന്റെ ബാബയാന്ന് പറയും. എല്ലാവരും ഒരുപോലെ പറയും എന്റെ ബാബ. അപ്പൊ അതിനർത്ഥം എന്താണ്? എല്ലാവർക്കും പ്രിയപ്പെട്ടതാണ് ബ്രഹ്മബാബ. അപ്പൊ ബ്രഹ്മബാബയുടെ സ്റ്റേജ് എങ്ങനെയായിരുന്നു? ഫരിസ്ത സ്റ്റേജ് ആയിരുന്നു. അതാണ് ബാബ ബ്രഹ്മബാബയുടെ ഉദാഹരണം തരുന്നത്. അതായത് ബാബ പറയാണ് എല്ലാവരും എന്താ പറയാ? ഞങ്ങളുടേത്, എന്റെ ബാബ എന്ന് പറയുമായിരുന്നു. അതുപോലെ ഫരിസ്ത എന്നാൽ എല്ലാവരുടെയും പ്രിയപ്പെട്ടവർ. പല കുട്ടികളും ബ്രഹ്മബാബയെ ബ്രഹ്മാവ് മാത്രം എന്ന് കരുതുന്നു. നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ സമാനരായ ബ്രാഹ്മണ ആത്മാക്കളിൽ കണ്ടു നിങ്ങളുടെയെല്ലാം പ്രിയപ്പെട്ട ദാദിയെ. എന്റെ ദാദിയാണെന്നാണ് എല്ലാവരും അനുഭവം ചെയ്യുന്നത്. അതായത് നമ്മുടെ പ്രകാശ്മണി ദാദിയുടെ കാര്യമാണ് ബാബ പറയുന്നത്. കാരണം ദാദി എന്ന് പറയുന്നത് എല്ലാവരും എന്താ പറയാ? എന്റെ ദാദി എന്നാ പറയാ. ആ അനുഭവം ദാദിയിൽ നിന്ന് അവർക്ക് കിട്ടിയിരുന്നു, എന്റെ എന്ന അനുഭവം. അങ്ങനെ നമുക്ക് തോന്നണം ഇത് എന്റെയാണ്. ഇപ്പൊ ബ്രഹ്മബാബ എന്താ പറയാ? എന്റെ ബാബ. അപ്പൊ എന്റെ എന്ന് തോന്നണമെങ്കിൽ ആ ഒരു അനുഭവം നമുക്ക് കിട്ടണ്ടേ? അപ്പോഴല്ലേ നമുക്ക് എന്റെ എന്ന് തോന്നുള്ളൂ. അതാണ് ബാബ പറയുന്നത്. ഈ ദാദി എങ്ങനെയായിരുന്നു? ദാദി എല്ലാവരോടും അത്രയ്ക്കും സ്നേഹിയാണ്. പക്ഷെ ഒന്നിലും അറ്റാച്ച്ഡ് അല്ല ദാദി. വേറിട്ടിരുന്നു കൊണ്ട് സ്നേഹിയാണ് ദാദി. അതുകൊണ്ടാണ് ദാദിയെ എല്ലാവരും എന്ത് പറയുന്നത്? എന്റെ ദാദി എന്നാ പറയാ. സർവരോടുമുള്ള സ്വഭാവവും സംസ്കാരവും ഈ ലോകത്തിരിക്കുമ്പോഴും വേറിട്ടതും പ്രിയപ്പെട്ടതുമാണ്. ദാദി എങ്ങനെയായിരുന്നു? എല്ലാവരോടും. ദാദിയുടെ ആ സ്വഭാവ സംസ്കാരങ്ങള് എല്ലാവരോടും ദാദി എങ്ങനെയായിരുന്നു? സ്നേഹിയായിരുന്നു, പക്ഷെ വേറിട്ടിരുന്നു. അതുകൊണ്ടാണ് എല്ലാവർക്കും എന്ത് ഫീലിംഗ് വന്നത്? എന്റെ എന്ന് ഒരു ഫീലിംഗ് വരുന്നത്. എല്ലാവരും അധികാരത്തോടെ എന്റെ ദാദി എന്ന് വിളിച്ചു. കാരണം എന്താണ്? സ്വഭാവത്തിലും സംസ്കാരത്തിലും ആ ലാഘവത്വം, അതായത് ആ ഫരിസ്തയുടെ ലൈറ്റുള്ള സ്വരൂപം, വളരെ ഭാരമില്ലാത്ത അവസ്ഥയിൽ, അതായിരുന്നു ദാദിയുടെ സ്വഭാവ സംസ്കാരങ്ങൾ. അതുകൊണ്ടാണ് എല്ലാവർക്കും എൻ്റെ എന്നുള്ള ആ ഒരു അനുഭവം ഉണ്ടായിരുന്നത്. എല്ലാവർക്കും എന്റേതാണെന്ന അനുഭവം നൽകി. ഉദാഹരണമായിരുന്നു ദാദി. ജഗദംബയെയും കണ്ടു പലരും അവർ ജഗദംബയായിരുന്നില്ലേ എന്ന് ചിന്തിക്കുന്നു. അപ്പൊ മമ്മയുടെ കാര്യവും പറയാം. മമ്മയും അങ്ങനെ ആയിരുന്നു. പക്ഷെ മമ്മയെ കണ്ടിരുന്നത് ജഗദംബ എന്നുള്ള ആ ഒരു സ്റ്റേജിലാണ് കണ്ടിരുന്നത്, അല്ലെ? വ്യത്യാസമുണ്ട് സ്റ്റേജിന്. പക്ഷെ ദാദി എങ്ങനെയായിരുന്നു? ബ്രാഹ്മണ പരിവാരത്തോടൊപ്പമായിരുന്നു ദാദി, അല്ലെ? എത്രയോ നാള് ബാബ ദാദിയെ ബ്രാഹ്മണ പരിവാരത്തോടൊപ്പമാണ് ഉണ്ടായിരുന്നത്. അതാണ് ബാബ പറയുന്നത്, ദാദി താങ്കൾ ബ്രാഹ്മണ പരിവാരത്തെ പോലെ ഒപ്പമുണ്ടായിരുന്നു, നമ്മളിൽ ഒരാളായി നമ്മളോടൊപ്പം, പക്ഷെ എല്ലാവർക്കും പ്രിയപ്പെട്ടത് അതായിരുന്നു ദാദി. അവരോട് പുരുഷാർത്ഥം കേൾക്കുകയോ ചോദിക്കുകയോ ചെയ്താൽ അവരുടെ മുഖത്തിലൂടെ സദാ ഒരു വാക്കാണ് വന്നിരുന്നത്, അതായത് ഇപ്പോൾ കർമാതീതമാകണം. അപ്പൊ ദാദിയോട് ആരെങ്കിലും പുരുഷാർത്ഥത്തെ പറ്റി ചോദിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ദാദി ആരോടെങ്കിലും പുരുഷാർത്ഥത്തെ പറ്റി പറയുകയാണെങ്കിൽ ദാദി എപ്പോഴും എന്താ പറയാ? കർമാതീതമാകണം. കർമാതീത സ്റ്റേജ് ആണല്ലോ നമ്മുടെ ഫൈനൽ സ്റ്റേജ്. അപ്പൊ ദാദിയുടെ ലക്ഷ്യം എന്തായിരുന്നു?
അതായിരുന്നു ദാദിയുടെ ഉള്ളിലത്തെ ലക്ഷ്യം. ആ ഒരു ലക്ഷ്യം മാത്രം മുന്നോട്ട് വെച്ചുകൊണ്ട് ദാദി പോയതുകൊണ്ട് എല്ലാവർക്കും ദാദി എങ്ങനെയായി മാറി? പ്രിയപ്പെട്ടതായിട്ട് മാറി. കർമാതീതമാകുന്നതിന്റെ ലഹരിയിൽ ഈ വാക്കുകൾ മറ്റുള്ളവർക്കും ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ദാദി സ്വയം കർമാതീതമാകാനുള്ള ലക്ഷ്യം വെച്ച് സ്വയവും അതിനുള്ള പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരുന്നു. മറ്റുള്ളവരെയും ദാദി എപ്പോഴും ഓർമ്മിപ്പിക്കുമായിരുന്നു. അതായത് കർമാതീതമാകണം എന്ന കാര്യം ദാദി മറ്റുള്ളവരെയും ഓർമ്മിപ്പിക്കുമായിരുന്നു. അതിനാൽ ഓരോ ബ്രാഹ്മണന്റെയും ലക്ഷ്യവും ലക്ഷണവും ഇതായിരിക്കണം. ഉണ്ട്, പക്ഷേ അത് നമ്പർ വാറാണ്. അതായത് ഏതൊരു ബ്രാഹ്മണനും അല്ലെ, ബാബയുടെ കുട്ടികളായിട്ടുള്ള ഏത് ബ്രാഹ്മണന്റെയും ലക്ഷ്യവും ലക്ഷണവും എന്തായിരിക്കണം? കർമാതീതമാകണം. അതാണ് നമ്മുടെ ലക്ഷ്യം വേണ്ടത്. അതിന് പക്ഷെ ബാബ പറഞ്ഞ എല്ലാവർക്കും ഉണ്ടത് ലക്ഷ്യം, പക്ഷെ എങ്ങനെയാണ്? നമ്പർ വാറാണ്, വ്യത്യസ്തമാണ് എല്ലാവരുടെയും. എല്ലാവരും ഒരുപോലെ അല്ലല്ലോ പുരുഷാർത്ഥം ചെയ്യുന്നത്. എല്ലാവർക്കും അറിയാം കർമാതീതമാകണമെന്ന്, പക്ഷെ പുരുഷാർത്ഥം ഒരേ രീതിയിലല്ല നടക്കുന്നത്. അതുകൊണ്ടാണ് ബാബ പറയുന്നത് നമ്പർ വാറാണ് എന്നുള്ളത്. അപ്പൊ ബാബ പറയാണ് ലഹരി ഉണ്ടായിരിക്കണം നിങ്ങൾക്ക്. എന്ത് ലഹരി? ഇപ്പോൾ ഫരിസ്തയാകണം, ഫരിസ്തയായിട്ട് മാറണം. അതായത് കർമാതീത സ്റ്റേജ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ഫരിസ്ത സ്ഥിതിയാണ്. ഫരിസ്തയാകണം എന്ന ലഹരി ഉണ്ടായിരിക്കണം എന്ന് ബാബ പറയാം. ഫരിസ്തയുടെ അർത്ഥമാണ് ഈ ദേഹവും സാകാര ദേഹത്തിൽ നിന്നും വേറിട്ട് സദാ പ്രകാശത്തിന്റെ ശരീരധാരി. അപ്പൊ ഫരിസ്ത എന്ന് പറഞ്ഞാൽ എന്താണ്? ദേഹവും ദേഹത്തിൽ നിന്നും വേറിട്ടിരിക്കുന്ന പ്രകാശ ശരീരമാണ് അല്ലെ, നമ്മളുടെ ആ ഓറയാണ്, അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ആത്മാവ്. ആ സ്റ്റേജാണ് ഫരിസ്ത. അതായത് നമ്മുടെ ഈ സാകാര ശരീരം ഉണ്ടായിരിക്കില്ല. ഫരിസ്തയ്ക്ക് ആകാരിയാണ്, രൂപം ഉണ്ടായിരിക്കും, പക്ഷെ മാംസം മജ്ജ അതൊന്നും ഉണ്ടായിരിക്കില്ല, പ്രകാശ ശരീരമായിരിക്കും. അതാണ് ബാബ പറയുന്നത്, പ്രകാശത്തിന്റെ ശരീരധാരിയാണ് ഫരിസ്ത. ഫരിസ്ത എന്നാൽ ഈ കർമ്മേന്ദ്രിയങ്ങളുടെ രാജാവ്. അതുപോലെ ഫരിസ്ത എങ്ങനെയായിരിക്കും? കർമ്മേന്ദ്രിയങ്ങളുടെ മുകളിൽ അധികാരമാണ്. ഒരിക്കലും കർമ്മേന്ദ്രിയങ്ങൾക്ക് വശപ്പെടില്ല ഫരിസ്ത. എങ്ങനെയായിരിക്കും? അധികാരം, രാജാവായിരിക്കും. എന്താണോ ആത്മാവ് പറയുന്നത് അതാണ് കർമ്മേന്ദ്രിയങ്ങൾ ചെയ്യുള്ളൂ. അല്ലാതെ അതിനെതിരെയായിട്ട് കർമ്മേന്ദ്രിയങ്ങൾക്ക് വശപ്പെട്ടിട്ട് ഒന്നും ചെയ്യില്ല. കർമ്മേന്ദ്രിയങ്ങളുടെ രാജാവായിരിക്കും ഫരിസ്ത. ബാബ്ദാദ മുൻപും കേൾപ്പിച്ചിട്ടുള്ളതാണ്, മുഴുവൻ ചക്രത്തിലും തൻ്റെ ഓരോ കുട്ടികളും രാജാവാണ്. ബാബയ്ക്ക് എപ്പോഴും തൻ്റെ ഓരോ കുട്ടിയും എന്താകണമെന്നാണ് ആഗ്രഹം? രാജാ കുട്ടികളായിരിക്കണം. അതാ ബാബ പറയുന്നത്, സ്വരാജ്യ അധികാരിയാണ് എന്ന് ഒരേ ഒരു ബാബ്ദാദ മാത്രമാണ് അഭിമാനത്തോടെ പറയുന്നത്. അപ്പൊ ബാബയുടെ ആഗ്രഹം തൻ്റെ എല്ലാ മക്കളും രാജാ കുട്ടികൾ. ഏത് രാജ്യം? സ്വരാജ്യത്തിന്റെ. അല്ല, എല്ലാ കുട്ടികൾക്കും രാജാവാകാൻ സാധിക്കില്ല, പക്ഷെ സ്വരാജ്യ അധികാരിയാകാൻ എല്ലാവർക്കും സാധിക്കും. സ്വരാജ്യ അധികാരി എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ കർമ്മേന്ദ്രിയങ്ങളുടെ രാജാവ്. അതിനർത്ഥം കർമ്മേന്ദ്രിയങ്ങൾക്ക് മുകളിൽ നമുക്ക് അധികാരമാണ്. നമ്മൾ എന്താണോ പറയുന്നത് അതായിരിക്കണം കർമ്മേന്ദ്രിയങ്ങൾ ചെയ്യേണ്ടത്. അതാണ് സ്വരാജ്യ അധികാരി എന്ന് ബാബ പറയുന്നത്. അപ്പോൾ തൻ്റെ കുട്ടികൾ എല്ലാവരും രാജാ കുട്ടികളാണ് അല്ലെങ്കിൽ സ്വരാജ്യ അധികാരികളാണെന്ന് ആർക്കാണ് പറയാൻ സാധിക്കുക? ബാബ്ദാദയ്ക്ക് മാത്രമേ അത് അത്രയും അഭിമാനത്തോടു കൂടി പറയാൻ സാധിക്കുള്ളൂ എന്ന് ബാബ പറയാം. ഫരിസ്തയുടെ അർത്ഥമാണ് സ്വരാജ്യ അധികാരി. അങ്ങനെയുള്ള സ്വരാജ്യ അധികാരി ആത്മാവ് പ്രകാശത്തിന്റെ സ്വരൂപധാരിയാണ്. അതായത് സ്വരാജ്യ അധികാരിയായിട്ടുള്ള ആത്മാവ് അവരുടെ സ്വരൂപം എങ്ങനെയായിരിക്കും? പ്രകാശ സ്വരൂപമായിരിക്കും. അതായത് ഫരിസ്ത അവർക്ക് ഒരിക്കലും ദേഹത്തിന്റെ ബോധം തന്നെ ഉണ്ടായിരിക്കില്ല. താൻ ഒരു ഫരിസ്തയാണ്. അങ്ങനെയുള്ള ആ ഒരു ബോധത്തിലാണ് ആത്മബോധം. അപ്പോൾ എന്താണ് ബാബ പറയുന്നത്? അവരുടെ രൂപം ഒരു പ്രകാശ സ്വരൂപം പോലെയാണ് ശരിക്കും. അതാണ് ഫരിസ്ത അർത്ഥം, പ്രകാശ സ്വരൂപമാണ്. അങ്ങനെ പ്രകാശത്തിന്റെ ലാഘവത്വ സ്ഥിതിയിലിരുന്ന് മറ്റുള്ളവരെ കാണുമ്പോൾ അവരുടെ മസ്തകത്തിൽ നടക്കുമ്പോഴും കറങ്ങുമ്പോഴും ആത്മജ്യോതിയുടെ ബോധം കാണപ്പെടും. അപ്പൊ സ്വയം നമ്മൾ ഫരിസ്ത സ്റ്റേജിൽ ഇരുന്നു കൊണ്ട്, അതായത് താൻ ഒരു ലൈറ്റ് ബോഡി, എല്ലാത്തിൽ നിന്നും വേറിട്ടിരിക്കുന്നതും സ്വരാജ്യ അധികാരിയുമാണെന്നുള്ള ആ സ്ഥിതിയിൽ ഇരുന്നു കൊണ്ട് നമ്മൾ മറ്റുള്ളവരെ നോക്കുമ്പോൾ നമുക്ക് അവരുടെ ശരീരം കാണാൻ സാധിക്കും? ഇല്ല. അതാണ് ബാബ പറയുന്നത്, അവരുടെ മസ്തകത്തില് ആ ആത്മാവിനെ ആയിരിക്കും കാണുക. അതും ഒരു ആത്മാവാണെന്നുള്ള ബോധമായിരിക്കും
ഈ ഫരിസ്ത സ്ഥിതിയിൽ ഇരിക്കുന്ന ആത്മാക്കൾക്ക് അനുഭവം ഉണ്ടായിരിക്കുക. ഇല്ലെങ്കിൽ എന്താ, നമ്മൾ ശരീരം കാണാം അല്ലെ, ശരീരബോധത്തിലൂടെ നോക്കിയാൽ ശരീരമാണ് കാണാം. അല്ലെങ്കിൽ ആത്മബോധത്തിൽ അല്ലെങ്കിൽ ഫരിസ്ത സ്റ്റേജിൽ നിന്ന് നോക്കുമ്പോഴാണ് തൻ്റെ മുമ്പിൽ നിൽക്കുന്നതും ഒരു ആത്മാവാണ്, പ്രകാശ സ്വരൂപമായ ആത്മാവാണ്. ആ രീതിയിൽ നമുക്കുള്ള ആ ഒരു ബോധത്തിലായിരിക്കും നമ്മൾ കാണുക എന്ന് ബാബ പറയാം. ഇപ്പോൾ ഈ തീവ്ര പുരുഷാർത്ഥത്തിന്റെ ലക്ഷ്യവും ലക്ഷണവും സദാ ഇമർജാക്കി വെക്കൂ. അതായത് ബാബ പറയുന്നത് ഈ തീവ്ര പുരുഷാർത്ഥം, അതായത് ഇപ്പോഴത്തെ നമുക്ക് എന്താണ്, മറ്റുള്ളവരെ നമുക്ക് ആത്മബോധത്തിൽ കാണാൻ കഴിയണം, സ്വയവും നമ്മൾ ഫരിസ്ത സ്റ്റേജ് ആ സ്ഥിതിയിലിരിക്കണം. ആ തീവ്ര പുരുഷാർത്ഥത്തിന്റെ ലക്ഷ്യം എന്താണോ, ലക്ഷണം എന്താണോ, അത് സ്വയത്തിൽ നിങ്ങൾ പ്രത്യക്ഷമാക്കാൻ ബാബ പറയാണ്. ഏതുപോലെ, അതിന്റെ എക്സാമ്പിൾ പറയാണ്. ഏതുപോലെ ബ്രഹ്മാ ബാബയെ കാണുമ്പോൾ ആരെങ്കിലും കാണുകയോ ദൃഷ്ടി എടുക്കുകയോ സംസാരിക്കുകയോ ചെയ്യുമ്പോൾ എന്താണ് കാണുന്നത്? അവസാനം അനുഭവം ചെയ്തു ബ്രഹ്മാ ബാബ സംസാരിച്ചിരിക്കുമ്പോൾ മധുരമായ അശരീരി സ്ഥിതിയിൽ സ്ഥിതി ചെയ്യുമായിരുന്നു. അതായത് ബ്രഹ്മാ ബാബയെ കാണുമ്പോൾ, ബ്രഹ്മാ ബാബയോട് സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ ബ്രഹ്മാ ബാബയിൽ നിന്ന് ദൃഷ്ടിയെടുക്കുമ്പോൾ എങ്ങനെയായിരുന്നു അവസ്ഥ? മധുരമായ അശരീരി സ്ഥിതി, അതിലായിരുന്നു ബ്രഹ്മാ ബാബ സ്ഥിതി ചെയ്തിരുന്നത്. സദാ ഫരിസ്ത സ്റ്റേജ് ആയിരുന്നു ബ്രഹ്മാ ബാബയ്ക്ക്. അപ്പൊ അങ്ങനെയാണ് മറ്റുള്ളവർക്കും അനുഭവം ചെയ്യുന്നത്. ബാബ ഇവിടെയൊന്നല്ല, ബാബ എന്താണ്, ഉപരാമമായിട്ടിരിക്കുക, ഫരിസ്ത സ്റ്റേജ്. അത് മറ്റുള്ളവർക്ക് നല്ല രീതിയിൽ അനുഭവം ചെയ്തിരുന്നു എന്ന് പറയാം. അതായത് ബാബയെ കാണുകയോ ബാബയോട് സംസാരിക്കുകയോ ബാബയിൽ നിന്ന് ദൃഷ്ടിയെടുക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ അവർക്കൊരിക്കലും ബ്രഹ്മാ ബാബയെ ഒരു ശരീരധാരിയായിട്ടല്ല തോന്നിയിരുന്നത്, ഒരു മാലാഖയായിട്ട് അനുഭവം ചെയ്തിരുന്നു മറ്റുള്ളവർ. എത്ര സേവനത്തിന്റെ വാർത്തകൾ ഉണ്ടായിരുന്നാലും മറ്റുള്ളവർക്കും സെക്കൻഡിൽ അശരീരിയുടെ അനുഭവം ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്നു. ബാബ മറ്റു സേവനത്തിന്റെ വാർത്തകൾ കേൾക്കുകയായിരിക്കും, എങ്കിലും ആ പറയുന്നവർക്ക് എന്തായിരുന്നു അനുഭവം? അത്രയ്ക്കും സെക്കൻഡിൽ അശരീരി സ്ഥിതിയുടെ അനുഭവമായിരുന്നു അവർക്കും ലഭിച്ചുകൊണ്ടിരുന്നത്. ബാബ അങ്ങനെ ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്നു. ഏതെങ്കിലും മുരളി പരിശോധിച്ചാലും ആവർത്തിച്ച് അശരീരി ആത്മാവാണ്, ആത്മാവിന്റെ പാഠം ഒരു മുരളിയിൽ എത്ര തവണയാണ് ഓർമ്മിപ്പിക്കുന്നത് അല്ലേ? ബാബ എന്തായാലും ബാബ സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കുന്ന ഒരു പ്രാവശ്യമെങ്കിലും പറയാത്ത മുരളി ഉണ്ടായിരിക്കില്ല. അതാ ബാബ പറയുന്നത്. ചില മുരളിയിലാണെങ്കിലോ എത്ര തവണയാണ് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് അല്ലെ? അശരീരി സ്റ്റേജ് എത്ര തവണയാണ് ബാബ ഓർമ്മിപ്പിക്കുന്നത്? ഇപ്പോൾ സമയത്തിനനുസരിച്ച് ചെറിയ ചെറിയ വിസ്താരത്തിന്റെ കാര്യങ്ങൾ, സ്വഭാവ സംസ്കാരത്തിന്റെ കാര്യങ്ങൾ അശരീരി അവസ്ഥയിൽ നിന്നും ദൂരെയാക്കുന്നു. അപ്പൊ നമുക്ക് ലക്ഷ്യം ഫരിസ്തയാകണം, പക്ഷെ എന്താണ്, ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട്, അതിന്റെ വിസ്താരത്തിലേക്ക് പോകും. എന്തുകൊണ്ട്, എങ്ങനെയെന്നൊക്കെ പറഞ്ഞ് ചെറിയ കാര്യമായിരിക്കും, അതിനെങ്ങനെ പെരുപ്പിച്ച് അതിന്റെ വിസ്താരത്തിലേക്ക് പോകും. അത് മാത്രമല്ല പഴയ സ്വഭാവ സംസ്കാരങ്ങളും ഇടയ്ക്ക് തലപൊക്കും. ബാബ പറയുന്നത് ഇത് രണ്ടു കാര്യങ്ങളുണ്ടല്ലോ, നമ്മൾ അശരീരിയാകുക എന്ന സ്റ്റേജിൽ നിന്നും ദൂരെയാക്കും നമ്മളെ. കാരണം ഇത് ഉള്ളിൽ കിടക്കാണ്. അപ്പൊ ബാബ പറയുന്നത് അശരീരി അവസ്ഥയിൽ നിന്നും നിങ്ങളെ ദൂരെയാക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. ചെറിയ കാര്യത്തിന്റെ വിസ്താരത്തിലേക്ക് പോവുക, അതുപോലെ പഴയ സ്വഭാവ സംസ്കാരങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് തലപൊക്കുക. അപ്പോൾ ഇത് ദൂരെയാക്കും. ഇതില് മാറ്റമുണ്ടാകണം. ഈ രണ്ട് കാര്യങ്ങളാണ് ബാബ ശ്രദ്ധിക്കാൻ പറയുന്നത്. അതായത് തൻ്റെ ഉള്ളിൽ പഴയ സ്വഭാവ സംസ്കാരത്തിന്റെ അംശം എന്തെങ്കിലും ഉണ്ടോ, അതുപോലെ ചെറിയ ചെറിയ കാര്യം വരുമ്പോൾ പെട്ടെന്ന് നമ്മൾ ഫുൾ സ്റ്റോപ്പ് ഇടാം, അല്ലാതെ അതിന്റെ വിസ്താരത്തിലേക്ക് പോകേണ്ട കാര്യമില്ല. അതാണ് ബാബ ശ്രദ്ധിക്കാൻ പറയുന്നത്. ഇതിലാണ് മാറ്റം ഉണ്ടാകേണ്ടത്. ബാബ്ദാദ കണ്ടു സേവനത്തിന്റെ ഫലങ്ങൾ നല്ലതാണ്. ഭൂരിപക്ഷത്തിനും സേവനത്തിന്റെ ഉന്മേഷവും ഉത്സാഹവുമുണ്ട്. പദ്ധതികൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു. സന്ദേശം നൽകേണ്ടതും ആവശ്യമാണ്. അപ്പൊ ബാബ സേവനത്തിന്റെ കാര്യം നോക്കിയപ്പോ എല്ലാ കുട്ടികൾക്കും സേവനത്തിലൊക്കെ നല്ല പുരോഗതിയുണ്ട്, സേവനം ചെയ്യാൻ ഉന്മേഷവും ഉത്സാഹവും ഒക്കെയുണ്ടെന്ന് ബാബ പറയാം. പിന്നെ പദ്ധതികളും പുതിയ പുതിയ സേവനം ചെയ്യാനുള്ള പദ്ധതികളെല്ലാം തയ്യാറാക്കുന്നുണ്ട്. ബാബ പറയാണ്, ഇപ്പോഴും വ്യത്യസ്ത വിഭാഗങ്ങളുടെ വ്യത്യസ്ത സ്ഥാനങ്ങളിൽ സേവനത്തിന്റെ നല്ല ഫലങ്ങൾ കണ്ടു ബാബ. സേവനത്തിനോടൊപ്പം ബാബ പറയാണ്, അശരീരിയാകുന്നതിന്റെ വായുമണ്ഡലം കുറഞ്ഞ പരിശ്രമത്തിൽ കൂടുതൽ സ്വാധീനമുണ്ടാക്കുന്നു. അപ്പൊ നമ്മൾ സേവനം ചെയ്യാണ് ബാബയുടെ, അതോടൊപ്പം നമ്മൾ ഏതുകൂടി അഭ്യസിക്കുക,
ഈ അശരീരിയാകുന്നതിന്റെ അഭ്യാസം കൂടി നടത്തുമ്പോൾ ആ വായുമണ്ഡലം എങ്ങനെയായിരിക്കും? ആ അശരീരയാകുന്നതിന്റെ വായുമണ്ഡലമായിരിക്കുമല്ലോ. അപ്പൊ ബാബ പറയുന്നത് അവിടെ കുറച്ച് പരിശ്രമം മതി, കൂടുതൽ സ്വാധീനം ഉണ്ടാകും. കാരണം എപ്പോഴും ബാബ പറയാറുണ്ട് വായുമണ്ഡലം മറ്റുള്ളവരെ നല്ല രീതിയിൽ സ്വാധീനിക്കും. അപ്പൊ വായുമണ്ഡലം പവർഫുൾ ആയിരിക്കണം, വായുമണ്ഡലം എപ്പോഴും നല്ല പോസിറ്റീവ് ആയിരിക്കണം. അപ്പോൾ നമുക്ക് ചുറ്റും ആരൊക്കെ വരുന്നു അവരെയും ആ വായുമണ്ഡലം സ്വാധീനിക്കും. അതാണ് ബാബ പറയുന്നത് അശരീരിയാകുന്നതിന്റെ വായുമണ്ഡലം എന്താണ്? കുറഞ്ഞ പരിശ്രമം, അവിടെ അധികം മെഹനത്ത് ആവശ്യമില്ല, കുറച്ച് മതി. പക്ഷെ അതിന്റെ സഫലത കൂടുതലായിരിക്കും, സ്വാധീനം കൂടുതലായിരിക്കും ബാബ പറയാം. കേൾക്കുമ്പോൾ നല്ലതായി തോന്നുന്നു, എന്നാൽ വായുമണ്ഡലത്തിൽ നിന്ന് അശരീരിയുടെ ദൃഷ്ടിയിലൂടെ അനുഭവം ചെയ്യുന്നത് അനുഭവം മറക്കുകയില്ല. അതായത് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ കേൾക്കുന്നവർ പറയും ആ നല്ലതാണ്, കേൾക്കുമ്പോൾ നല്ലതായി തോന്നും. അതോടൊപ്പം വായുമണ്ഡലം കൂടി സ്ട്രെങ്ത് അല്ലെ, നല്ല സ്ട്രോങ് ആയിരുന്നാൽ അതിലൂടെ അവർക്ക് അനുഭവം ഉണ്ടാകുന്നതാണ് ബാബ പറയുന്നത്. കാരണം അനുഭവം കിട്ടിക്കഴിഞ്ഞാൽ അത് മറക്കില്ല അല്ലെ. നമുക്കറിയാം നമ്മൾ ബാബയുടേതായി മാറി നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ചെറുതും വലുതൊക്കെ ആയിട്ടുള്ളത്. അനുഭവം നമ്മൾ മറക്കുമോ? അനുഭവം നമ്മൾ മറക്കില്ല. ചിലപ്പോൾ കേട്ടതൊക്കെ ചിലപ്പോൾ മറന്നിരിക്കും, പക്ഷെ അനുഭവം സ്വയത്തിൽ ചെയ്യുന്നതാണത്, അതുകൊണ്ട് അത് മറക്കില്ല. അതുകൊണ്ടാണ് ബാബ പറയുന്നത് വായുമണ്ഡലത്തിൽ നിന്ന് അശരീരിയുടെ ദൃഷ്ടിയിലൂടെ അനുഭവം ചെയ്യുന്നത് മറക്കുകയില്ല. അതിനാൽ ഫരിസ്തയുടെ ഈണം ഇപ്പോൾ സേവനത്തിൽ കൂട്ടിച്ചേർക്കൂ. അപ്പൊ ഫരിസ്ത സ്വരൂപസ്ഥിതി, ഫരിസ്ത സ്ഥിതിയിൽ ഇരുന്നു കൊണ്ട് സേവനം ചെയ്യാനാണ് ബാബ പറയുന്നത്. അപ്പൊ മറ്റുള്ളവർക്കും നല്ല രീതിയിൽ അനുഭവം കിട്ടും. അതാണ് ബാബ പറയുന്നത്. ശാന്തിയുടെ, സന്തോഷത്തിന്റെ, സുഖത്തിന്റെ, ആത്മീയ സ്നേഹത്തിന്റെ അനുഭവം ആർക്കെങ്കിലും ചെയ്യിപ്പിക്കൂ. അതായത് മറ്റുള്ളവർക്ക് നമ്മളോട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളെ ഒന്ന് കാണുമ്പോൾ, നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ ഏതെങ്കിലും രീതിയിൽ അനുഭവം, ഒന്നല്ലെങ്കിൽ ശാന്തിയുടെ അനുഭവം, സന്തോഷത്തിന്റെ, സുഖം, ആത്മീയ സ്നേഹം, ഏതെങ്കിലും ഒരു അനുഭവം അവർക്ക് ഉണ്ടായിരിക്കണം. അവരോട് സംസാരിക്കുമ്പോൾ വളരെ ഒരു ശാന്തതയുണ്ട്, അല്ലെങ്കിൽ അവർക്ക് വളരെയധികം സ്നേഹമുണ്ട്. ആ അനുഭവം മറ്റുള്ളവർക്ക് തോന്നണം. ആ അനുഭവമാണ് ചെയ്യിപ്പിക്കാൻ ബാബ പറയുന്നത്. പെരുമാറ്റത്തിൽ കാണിക്കുന്ന സ്നേഹവും പാലനയും സംബന്ധത്തിലും പരിവാരത്തിലും നിന്ന് അത് അനുഭവം ചെയ്തിട്ട് പോകുന്നു. നമ്മുടെ പെരുമാറ്റത്തിലൂടെയാണ് നമ്മൾ മറ്റുള്ളവരോട് പെരുമാറുമ്പോൾ വളരെ സ്നേഹപൂർവ്വം, വളരെ ശാന്തമായി ആ പാലന കൊടുത്ത്, നമുക്കറിയാം നമ്മൾക്ക് എവിടെന്നെങ്കിലും നല്ലൊരു പാലന കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും മറക്കില്ല അല്ലെ. നമ്മളുടെ ലൗകിക ജീവിതത്തിൽ നോക്കിയേ ആരെങ്കിലും വളരെ സ്നേഹമായിട്ട് പെരുമാറുക, അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഏതെങ്കിലും ഒരു വീട്ടിൽ പോയി അവിടെ പോയിട്ട് അവരാരെങ്കിലും വളരെ സ്നേഹത്തോടെയും വളരെയധികം പാലനയും നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ നമ്മളത് മറക്കില്ല. അതുപോലെ തന്നെയാണ് ഇവിടെയും ബാബ പറയുന്നത്. മറ്റുള്ളവർക്ക് തോന്നണം വളരെയധികം സ്നേഹത്തിന്റെ, പാലനയുടെ ആ അനുഭവം അവർക്ക് തോന്നണം. ആ തോന്നിപ്പിക്കൽ നമ്മളാണ് ചെയ്യേണ്ടത്. അതാണ് ബാബ പറയുന്നത്. അത് സംബന്ധത്തിലാകട്ടെ പരിവാരത്തിലാകട്ടെ ഏതിലായാലും അവർക്ക് അനുഭവം നമ്മൾ കൊടുക്കണം. അനുഭവം ചെയ്തിട്ട് വേണം പോകാൻ. എന്നാൽ അതീന്ദ്രിയ സുഖത്തിന്റെ അനുഭവം, ശാന്തിയും ആത്മീയ ലഹരിയും ഇപ്പോൾ വായുമണ്ഡലത്തിലും വൈബ്രേഷനിലും കൂടി പ്രത്യേകമായി ശ്രദ്ധ കൊടുക്കൂ. സ്നേഹവും പാലനയും മാത്രം പോരാ, അതീന്ദ്രിയ സുഖത്തിന്റെ അനുഭവം, അതുപോലെ ശാന്തിയുടെ, ആത്മീയ ലഹരിയുടെ അനുഭവമൊക്കെ നമ്മൾ വൈബ്രേഷനിലൂടെ കൊടുക്കണം, വായുമണ്ഡലത്തിൽ കൂടി കൊടുക്കണം എന്ന് ബാബ പറയാം. അതിൽ പ്രത്യേക ശ്രദ്ധ വെക്കാൻ ബാബ പറയാണ്. ഏതുപോലെ സംവിധാനത്തിൽ പ്രഭാവിതരായി പോകുന്നുണ്ട്, അതുപോലെ പരിവാരത്തിന്റെ സ്നേഹത്തിന്റെ സംവിധാനം മറ്റെവിടെയും ലഭിക്കില്ല. അതുപോലെ ഇപ്പോൾ ഏതെങ്കിലുമൊക്കെ ശക്തിയുടെ എന്തെങ്കിലും പ്രാപ്തി ചെയ്യിപ്പിച്ചിട്ട് പോകണം. ഏതെങ്കിലും ഒരു ശക്തി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രാപ്തി അവർക്ക് ചെയ്യിപ്പിക്കണം. നമ്മൾ പ്രദർശനിയിലായാലും ഏതിലായാലും നമ്മൾ മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ ബാബ പറയുന്നത് അതാണ്. ശക്തി അല്ലെങ്കിൽ ശാന്തി, അങ്ങനെ ഏതെങ്കിലും ഒരു പ്രാപ്തി അവർക്ക് ഉണ്ടായിരിക്കണം, അവർക്ക് ചെയ്യിപ്പിക്കണമെന്ന് ബാബ പറയാം. ഇപ്പോൾ 70-72 വർഷം പൂർത്തിയാവുകയാണ്. ഇത്രയും സമയത്തെ ഫലങ്ങളിൽ എന്താണ് കണ്ടത്? അപ്പൊ ഇത് ബാബ അവതരിച്ചിട്ട് 70-72 വർഷമായി കഴിഞ്ഞിരുന്നു. അപ്പോ ബാബ ഇത് പറയുന്ന സമയത്ത് അപ്പൊ ബാബ പറയാണ് ഇത്രയും സമയം നിങ്ങൾ ചെയ്തിട്ടുള്ള ഫലങ്ങൾ നോക്കൂ.
അപ്പൊ നോക്കുമ്പോൾ എന്താണ്, പരിശ്രമിച്ചിട്ടുണ്ട് കുട്ടികൾ. ഇപ്പോഴും ബ്രഹ്മകുമാരിമാരുടെ പ്രവർത്തനം, ബ്രഹ്മകുമാരിമാരുടെ അറിവ് വളരെ നല്ലതാണ്. ആരാണ് ദാതാവ്, ആരാണ് നടത്തുന്നത്, ഉറവിടം ആരാണ്? നിങ്ങളിൽ നിന്ന് ബാബ എന്ന വാക്ക് കേട്ടിട്ട് പറയുന്നു ഇവരുടെ ബാബയാണ്. അപ്പോൾ ഇതുവരെ നോക്കുമ്പോൾ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് അല്ലെ, നല്ല രീതിയിൽ സേവനമൊക്കെ ചെയ്യുന്നുണ്ട് കുട്ടികള്. അതാ ബാബ പറയുന്നത്. എല്ലാവരും പറയും ബ്രഹ്മകുമാരിമാരുടെ പ്രവർത്തനം വളരെ നല്ലതാണ്, ബ്രഹ്മകുമാരിമാര് തരുന്ന അറിവ് വളരെ നല്ലതാണ്, ഇതൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ആരാണ് അവർക്ക് കൊടുക്കുന്നത്, ആരാണിത് നടത്തുന്നത്, ഇതിന്റെ ഉറവിടം എന്താണ്? ആ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ മറ്റുള്ളവർ പറയും നിങ്ങളുടെ ബാബ എന്ന് പറയും. അതായത് ഇവരുടെ ബാബയാണ് അല്ലെ, അങ്ങനെയാണ് വന്നിട്ടുള്ളത്. പക്ഷേ എൻ്റെ ബാബ ഇതാണ്. ബാബയുടെ പ്രത്യക്ഷത ഇപ്പോൾ ഗുപ്തരൂപത്തിലാണ്. ബാബ ബാബ എന്ന് പറയുന്നുണ്ട്, പക്ഷേ എൻ്റെ ബാബ, ഞാൻ ബാബയുടേതാണ്, ബാബ എന്റേതാണ്. ഇത് കോടിയിൽ ചിലരാണ് പറയുന്നത്. അപ്പൊ എല്ലാവരും എന്ത് പറയണം? എൻ്റെ ബാബ എന്ന് പറയണം. അത് പറയിപ്പിക്കണം നമ്മൾ അല്ലെ. ഇപ്പൊ കുറച്ചു പേരെ പറയുന്നുള്ളൂ. എല്ലാവരും പറയും ബ്രഹ്മകുമാരിമാരുടെ പ്രവർത്തനവും അറിവും എല്ലാം വളരെ നല്ലതാണ്, ഇത് അവർക്ക് ഇത് കൊടുക്കുന്നത് അവരുടെ ബാബയാണെന്ന് പറയുന്നത്. അപ്പൊ അവരുടെ ബാബ മാത്രമല്ലല്ലോ, ബാബ എല്ലാവരുടേതാണല്ലോ. എല്ലാ ആത്മാക്കളും ബാബയുടെ കുട്ടികളാണ്. അപ്പൊ എല്ലാ ആത്മാക്കളും എങ്ങനെ പറയണം? എൻ്റെ ബാബ, ഞാൻ ബാബയുടേത്. അത് പറയിപ്പിക്കണം. അതാണ് എന്താണ് ലക്ഷ്യം, അതാണ്. അത്രയും എത്തണം നമ്മള്. ഇപ്പോൾ സംഗമയുഗത്തിന്റെ ലക്ഷ്യം എന്താണ്? ആത്മാക്കളാകുന്ന നമ്മുടെ ബാബ വന്നിരിക്കുകയാണ്. ബാബയിലൂടെയാണ് സമ്പത്ത് ലഭിക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും ആത്മാക്കളാണ്. നമ്മൾ ആത്മാക്കളുടെ ബാബ എത്തിയിട്ടുണ്ട് അല്ലെ. സംഗമയുഗത്തിലാണ് ബാബ വരുന്നത്. ബാബയിലൂടെയാണ് നമുക്ക് സമ്പത്തും ലഭിക്കുന്നത്. ഈ പ്രഭാവം ഫരിസ്ത സ്ഥിതിയിലൂടെ അന്തരീക്ഷത്തിൽ വ്യാപിക്കും. അപ്പോ എന്താണ് ബാബ പറയുന്നത്? ബാബയുടെ നമ്മള് ഫരിസ്ത സ്റ്റേജിൽ ഇരിക്കുമ്പോൾ നമ്മളിൽ നിന്ന് പോകുന്ന വൈബ്രേഷൻസ് എങ്ങനെയായിരിക്കും? വളരെയധികം പോസിറ്റീവ് ആയിരിക്കും. അത് ഫുൾ ഈ അന്തരീക്ഷത്തിൽ മുഴുവനും വ്യാപിക്കുമെന്ന് ബാബ പറയാം. ഇവരുടെ ദൃഷ്ടിയിലൂടെ വെളിച്ചം ലഭിക്കുന്നു. ഇവരുടെ ദൃഷ്ടിയിൽ ആത്മീയതയുടെ വെളിച്ചം കാണപ്പെടുന്നു. ഇപ്പോൾ തീവ്ര പുരുഷാർത്ഥത്തിന് ഈ ലക്ഷ്യം വെക്കൂ, ഞാൻ ഡബിൾ ലൈറ്റ് ഫരിസ്തയാണ്. അതായത് മറ്റുള്ളവര് പറയണം ഇവരുടെ ദൃഷ്ടിയിലൂടെ, ഇവരൊന്ന് നോക്കുമ്പോൾ തന്നെ വളരെയധികം എന്താണ് ആ പ്രകാശം, ആ വെളിച്ചം, അതുപോലെ ആത്മീയതയുടെ വെളിച്ചം കാണപ്പെടുന്നു എന്ന് മറ്റുള്ളവർക്ക് തോന്നണം, മറ്റുള്ളവരത് പറയണം. അപ്പൊ ബാബ പറയാണ്, അപ്പൊ അതിനായിട്ട് നിങ്ങൾ ഈ ഒരു ലക്ഷ്യം, തീവ്ര പുരുഷാർത്ഥാണത്, സാധാരണ പുരുഷാർത്ഥമല്ല, തീവ്ര പുരുഷാർത്ഥാണ്. എന്താണ്? ഞാൻ ഡബിൾ ലൈറ്റ് ഫരിസ്തയാണ്. അതായിരിക്കണം നമ്മുടെ തീവ്ര പുരുഷാർത്ഥത്തിന്റെ ലക്ഷ്യമെന്ന് ബാബ പറയാം. അതായത് നടക്കുമ്പോഴും സഞ്ചരിക്കുമ്പോഴും ഫരിസ്ത സ്വരൂപത്തിന്റെ അനുഭവം വർദ്ധിപ്പിക്കൂ. നമുക്ക് തോന്നണം അല്ലേ, അതായത് മറ്റുള്ളവർക്ക് തോന്നണം ഒരു മാലാഖയാണ് എന്നുള്ളത്. അപ്പൊ നമുക്ക് എന്താണ് ബാബ മിലനം വരുമ്പോൾ തുടക്കത്തിൽ എന്താ കാണിക്കുക? 3 ദാദിമാര് സ്റ്റേജിലേക്ക് വരുന്നത് കാണിക്കും അല്ലേ. അത് കാണുമ്പോൾ തന്നെ നമുക്ക് എന്താണ്, ശരിക്കും നമുക്ക് എന്താ ഫീലിംഗ് വരാ? ശരിക്കും 3 മാലാഖമാര് നടന്നു വരുന്ന പോലെ. അപ്പൊ 3 ദാദിമാരും കൈ കോർത്ത് പിടിച്ച് വരുന്നത് ശരിക്കും നമുക്കത് അനുഭവം ഉണ്ട് അല്ലേ, നമ്മൾ ഇരുന്ന് കാണുന്നതാണ്, കണ്ടിട്ടുള്ളതാണ്. അപ്പൊ അതുപോലെ നമ്മളെ കാണുമ്പോഴും ആ ഒരു സ്റ്റേജ്, ആ ഒരു സ്ഥിതി മറ്റുള്ളവർക്കും അനുഭവമാകണം. അതിനാണ് ബാബ പറയുന്നത്, നിങ്ങൾ തീവ്ര പുരുഷാർത്ഥം ചെയ്യൂ, ഞാൻ ഡബിൾ ലൈറ്റ് ഫരിസ്തയാണ്. അത് നമ്മൾ മറ്റുള്ളവരിൽ കണ്ടതാണ് അല്ലെ. ബ്രഹ്മബാബയിൽ കണ്ടു, അമ്മയില്, അത് കഴിഞ്ഞ് പിന്നെ എപ്പോഴും ദാദിമാരൊക്കെ പറയല്ലോ, അമ്മ നടക്കുന്നത് ഒരു ദേവത നടന്നു പോകുന്നത് പോലെയാണ് അല്ലെ, ഒരു മാലാഖ നടന്നു പോകുന്നത് പോലെയാണ്. ബ്രഹ്മബാബയെ കാണുമ്പോഴും ദാദിമാരൊക്കെ എങ്ങനെയാ പറയാറ്? ഒരു മാലാഖ. അതുപോലെ അത് കഴിഞ്ഞ് പിന്നെ സ്റ്റേജ് കഴിഞ്ഞ് പിന്നെ ദാദിമാരുടെ സ്റ്റേജ് ആയപ്പോൾ ബാക്കിയുള്ളവർക്ക് എന്താ ദാദിമാരെ കണ്ടപ്പോൾ തോന്നിയത്? ഇത് തന്നെയാണ് തോന്നിയത്. അപ്പൊ ഇനി നമ്മുടെ ലക്ഷ്യവും അതാണ്, നമുക്കും നമ്മളെ കാണുമ്പോഴും ഒരു മാലാഖ സ്വരൂപമായിട്ട് മറ്റുള്ളവർക്ക് അനുഭവപ്പെടണം. അതിനുള്ള തീവ്ര പുരുഷാർത്ഥം ചെയ്യാനാണ് ബാബ പറയുന്നത്. സെക്കൻഡിൽ ഏതെങ്കിലും സങ്കല്പത്തെ സമാപ്തമാക്കുന്നതിനായി സ്വഭാവ സംസ്കാരങ്ങളിൽ ഡബിൾ ലൈറ്റ് ആകൂ.
ഇനി നമുക്ക് എന്തെങ്കിലും പഴയൊരു സ്വഭാവ സംസ്കാരം നമുക്ക് വരുന്നുണ്ടെങ്കിൽ അത് സെക്കൻഡിൽ നമ്മൾ ഫുൾ സ്റ്റോപ്പ് ഇടണമെങ്കിൽ ബാബ പറയുന്നത് എന്താണ്? സംസ്കാരങ്ങളിൽ ഡബിൾ ലൈറ്റ്, അല്ലെ? വളരെയധികം ലൈറ്റ് ആയിരിക്കണം നമ്മൾ. ഒരു കടുംപിടുത്തം അങ്ങനെയുള്ള കാര്യങ്ങൾ ആയ നമുക്ക് ഫരിസ്ത അനുഭവം വരില്ല. ലൈറ്റ് ആകാനാണ് ബാബ പറയുന്നത്. പല കുട്ടികളും പറയുന്നു ഞങ്ങൾ വളരെ ലാഘവത്തോടെയാണ് ഇരിക്കുന്നത്. ചില കുട്ടികൾ പറയും ഞങ്ങൾ വളരെ ലൈറ്റ് ആയിട്ടാണല്ലോ ഇരിക്കുന്നത്, അല്ലെ? ഭാരമില്ലാത്ത അവസ്ഥയിലാണ് ഇരിക്കുന്നത്. എന്നാൽ മറ്റുള്ളവർ ഞങ്ങളെ അറിയുന്നില്ല എന്ന് പറയും. സ്വയം പറയും ഞങ്ങൾ വളരെ ലൈറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്, ഞാൻ ഫരിസ്ത സ്റ്റേജിലാണ് ഇരിക്കുന്നത് എന്നൊക്കെ കുട്ടികൾ പറയും. പക്ഷെ മറ്റുള്ളവർക്ക് ഞങ്ങളെ അറിയുന്നില്ല എന്ന് ബാബ പറയും. അവര് പറയും. അപ്പൊ ബാബ പറയാണ് അങ്ങനെയുള്ള ഡബിൾ ലൈറ്റ് ഫരിസ്തയാണെന്ന് പറയും. ഇപ്പൊ ഡബിൾ ലൈറ്റിന്റെ പ്രകാശം എങ്ങനെ മറയ്ക്കാൻ കഴിയും? അല്ലെ, ഒരു ലൈറ്റ് വരാണ്, അതിന്റെ പ്രകാശം നമുക്ക് മറയ്ക്കാൻ കഴിയും? ഇല്ല, ആ ലൈറ്റ് വന്നുകൊണ്ടേയിരിക്കും, ഒരിക്കലും മറയ്ക്കാൻ കഴിയില്ല. ഉദാഹരണം ബാബ പറയണത് നോക്കിയേ, ടോർച്ച് പോലെയുള്ള സ്ഥൂലമായ ചെറിയ വെളിച്ചമായാലും തീപ്പെട്ടിക്കൊള്ളിയുടെ വെളിച്ചമായാലും എല്ലായിടത്തും കാണപ്പെടും. ചെറിയ ഒരു തീപ്പെട്ടിക്കൊള്ളി വരച്ചാൽ പോലും അതിന്റെ വെളിച്ചം അതിന് പറ്റാവുന്ന അത്ര സ്പ്രെഡ് ചെയ്യില്ലേ? അപ്പം മൊത്തം കിട്ടില്ലെങ്കിലും അതിന് പറ്റാവുന്ന ടോർച്ചിന്റെ ചെറിയ വെളിച്ചം എങ്ങനെയാ? അതും കാണപ്പെടും നമുക്ക്, അല്ലേ? ബാബ പറയുന്നത് ഒരിക്കലും അത് മറഞ്ഞിരിക്കില്ല. ഇത് ആത്മീയതയുടെ വെളിച്ചമാണ്. നമ്മുടെ വായുമണ്ഡലത്തിലൂടെ അവരെ അനുഭവം ചെയ്യിപ്പിക്കൂ, ഇവർ ആരാണ്? നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ മറ്റുള്ളവർക്ക് ആ ഒരു പ്രകാശത്തിന്റെ ആ ഒരു വെളിച്ചം, ആ ഒരു സ്ഥിതി മറ്റുള്ളവരെ അനുഭവം ചെയ്യിപ്പിക്കണം. അവർക്ക് തോന്നണം ഇവരാരാണ്. അത്രയും ഒരു പ്രകാശം നമ്മളിൽ നിന്ന് വരണം. ബാബ പറയുന്നത് ഒരു ചെറിയ ടോർച്ചിന്റെ വെളിച്ചോ തീപ്പെട്ടിക്കൊള്ളിയുടെ വെളിച്ചം പോലും മറഞ്ഞിരിക്കില്ല. പിന്നെ നിങ്ങൾ പ്രകാശ സ്വരൂപത്തിൽ ഇരിക്കുകയാണെങ്കിൽ പിന്നെ എങ്ങനെ അത് മറഞ്ഞിരിക്കില്ല. കാരണം ആത്മാവിൽ നിന്നാണല്ലോ പോകുന്നത്. വൈബ്രേഷൻസ് സദാ പോയിക്കൊണ്ടിരിക്കും ആത്മാവിൽ നിന്ന്. അപ്പൊ ഞാൻ ആത്മാവ് ഡബിൾ ലൈറ്റ് സ്റ്റേജിലാണ് ഇരിക്കുന്നതെങ്കിൽ എന്നിൽ നിന്ന് ആ വൈബ്രേഷൻ സദാ പോയിക്കൊണ്ടിരിക്കും, അല്ലേ? അത് മറയ്ക്കാൻ പറ്റില്ല ആർക്കും, സദാ പോയിക്കൊണ്ടിരിക്കും. അപ്പൊ ഞാൻ വളരെ ടെൻഷനിലാണെങ്കിൽ ആ വൈബ്രേഷൻ പോയിക്കൊണ്ടിരിക്കും. ഞാൻ വളരെ ലൈറ്റ് ആയിട്ടാണ് ഇരിക്കുന്നതിൽ ആ വൈബ്രേഷൻ പോയിക്കൊണ്ടിരിക്കും. അപ്പൊ മറ്റുള്ളവർക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്? അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ ഇവിടേക്ക് വരുമ്പോൾ വളരെ ഒരു സുഖം, ശാന്തി, ഫീലിംഗ് മറ്റുള്ളവർക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഇരിക്കുന്നത്? ശാന്തമായിട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ ശാന്തമായിട്ടിരിക്കുമ്പോൾ ആ ശാന്തിയുടെ വൈബ്രേഷൻ ആയിരിക്കും മറ്റുള്ളവർക്ക് ഫീൽ ചെയ്യുക, അല്ലെ? നമ്മൾ വളരെ സ്നേഹത്തോടെയും വളരെ ശുദ്ധമായും ഒക്കെ ഇരിക്കുമ്പോൾ ആ വൈബ്രേഷൻസ് അവർക്ക് ഫീൽ ചെയ്യും. അത് മറയ്ക്കാൻ ആർക്കും സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ഡബിൾ ലൈറ്റ് ഫരിസ്ത സ്റ്റേജ് ആണ്, പക്ഷെ മറ്റുള്ളവർക്ക് ഫീൽ ചെയ്യണില്ല എന്ന് പറയുമ്പോൾ അതിൽ അർത്ഥമില്ലല്ലോ. അതാണ് ബാബ പറയുന്നത്. നമ്മുടെ വായുമണ്ഡലത്തിലൂടെ അവരെ അനുഭവം ചെയ്യിക്കൂ, ഇവർ ആരാണ്? ജഗദംബയോ ദാദിയോ എന്നെ അറിയില്ല എന്ന് പറയുന്നില്ല. തന്റെ വായുമണ്ഡലത്തിലൂടെ സർവരുടെയും പ്രിയപ്പെട്ടവരായി മാറി. അതിനാലാണ് ദാദിയുടെ ഉദാഹരണം നൽകിയിരിക്കുന്നത്. അതായത് ദാദിയായാലും മമ്മ, അതായത് ജഗദംബയായാലും അവരുടെ വൈബ്രേഷനിലൂടെയാണ് മറ്റുള്ളവർക്ക് പ്രിയപ്പെട്ടതായി മാറിയത്, അല്ലേ? അവരുടെ ആ വൈബ്രേഷൻ കാരണം അവരെ കാണുമ്പോൾ അതുപോലെയാണ് മറ്റുള്ളവർക്ക് ഫീൽ ചെയ്തിരുന്നത്, എൻ്റെയാണ്. അതുപോലെ വളരെ സ്നേഹത്തിന്റെയും സുഖത്തിന്റെയും ശാന്തിയുടെയും ഒക്കെ വൈബ്രേഷൻ അവരിൽ നിന്ന് വന്നതുകൊണ്ട് മറ്റുള്ളവർക്ക് എല്ലാവർക്കും ഒരുപോലെയാണ് അനുഭവപ്പെട്ടിരുന്നത്, അല്ലേ? അത് ബാബ പറയുന്നത്. ബാബ പറയാണ്, ബ്രഹ്മബാബയ്ക്ക് പോലും ശിവബാബ ബ്രഹ്മബാബയിൽ ഉണ്ടായിരുന്നുവെന്ന് നമ്മൾ ചിന്തിച്ചിരുന്നു. ശിവബാബയെ കുറിച്ച് ചിന്തിച്ചിരുന്നു. ശിവബാബ നിരാകാരനാണ്, വേറിട്ടതും നിരാകാരനുമാണ്. നമ്മളാണെങ്കിലോ സ്ഥൂല ശരീരധാരികളാണ്. ഇത്ര വലിയ സംഘടനയിലാണ് ജീവിക്കുന്നത്. സംസ്കാരങ്ങളെ യോജിപ്പിക്കുന്നതിന്റെ അർത്ഥമാണ് ഫരിസ്തയാകുക. പല പല സംസ്കാരങ്ങൾ ഉള്ളവരായിരിക്കും വരിക. ആ സംസ്കാരങ്ങളെ യോജിപ്പിക്കുക, അർത്ഥം ഫരിസ്ത സ്റ്റേജിലിരിക്കുക എന്നതാണ്. സംസ്കാരങ്ങളെ കണ്ട് പല കുട്ടികളും നിരാശരാകുന്നു. ബാബ വളരെ നല്ലതാണ്, ബ്രഹ്മ ബാബ വളരെ നല്ലതാണ്, ജ്ഞാനം വളരെ നല്ലതാണ്, പ്രാപ്തികൾ വളരെ നല്ലതാണ്. സംസ്കാര സ്വഭാവം യോജിപ്പിക്കുന്നതിന്റെ അർത്ഥമാണ്
സർവരുടെയും പ്രിയപ്പെട്ടവരാവുക. അപ്പൊ നമുക്കറിയാം സ്വഭാവ സംസ്കാരങ്ങൾ പല രീതിയിലാണ് ഓരോരുത്തരുടെയും, അല്ലെ? ഒരു സെന്ററിലേക്ക് പല പല വീടുകളിൽ നിന്നാണ് കുട്ടികൾ വരുന്നത്. അതുകൊണ്ട് തന്നെ പല പല സ്വഭാവ സംസ്കാരങ്ങളാണ് എല്ലാവരുടെയും. അപ്പൊ കുട്ടികൾക്ക് ഇത് കാണുമ്പോൾ നിരാശരാകുന്നു എന്ന് ബാബ പറയാം. കുട്ടികൾ നോക്കുമ്പോൾ ബാബ വളരെ നല്ലത്, ബ്രഹ്മ ബാബ വളരെ നല്ലത്, ജ്ഞാനവും വളരെ നല്ലത്, പ്രാപ്തികളും എല്ലാം വളരെ നല്ലത്. പക്ഷെ സ്വഭാവ സംസ്കാരങ്ങൾ ഡിഫറെന്റ് ആയിട്ട് കാണും. അപ്പൊ കുട്ടികൾ നിരാശരാകും. പക്ഷെ ബാബ എന്താ പറയുന്നത്? സംസ്കാര സ്വഭാവം യോജിപ്പിക്കണം. അതിന്റെ അർത്ഥമാണ് എന്ത്? സർവരുടെയും പ്രിയപ്പെട്ടതാകുക. എല്ലാവരെയും യോജിപ്പിച്ച് കൊണ്ട് നടക്കുന്ന ആ ഒരു ശക്തി നമ്മളിൽ വരണം. അപ്പോഴാണ് എല്ലാവർക്കും നമ്മളെ എന്തായി മാറും? പ്രിയപ്പെട്ടവരായിട്ട് മാറുമെന്ന് ബാബ പറയാം. ചിലരുടെ പ്രിയപ്പെട്ടവരല്ല. കാരണം പല കുട്ടികളും പറയുന്നു, ചിലരുടെ സവിശേഷതകൾ കാണുമ്പോൾ തന്നെ സ്നേഹമുണ്ടാകുന്നു. ഇവരുടെ സംസാരം നല്ലതാണ്, ഇവരിൽ ഇന്ന വിശേഷതകൾ വളരെ നല്ലതാണ്, വാക്കുകൾ വളരെ നല്ലതാണ്, ഇങ്ങനെയുള്ളത് കാണും. അതായത് അവരുടെ വിശേഷതകൾ, ഒരാളിൽ ഇന്ന വിശേഷതയുള്ളത് കൊണ്ട് എനിക്ക് അവരോട് സ്നേഹം തോന്നുന്നു, ഇന്ന ആളിൽ ഇന്ന വിശേഷതയുള്ളത് കൊണ്ട് എനിക്ക് സ്നേഹം തോന്നുന്നു. പിന്നെ ആളിൽ ചിലപ്പോൾ ആ വിശേഷത ഉണ്ടായിരിക്കില്ല, അപ്പോൾ അവരെ മാറ്റി നിർത്തും, അല്ലെ? അപ്പോൾ ഡിഫറെന്റ് രീതിയിൽ നമ്മൾ കാണും. പക്ഷെ സ്വഭാവ സംസ്കാരങ്ങൾ എങ്ങനെയായാലും എല്ലാത്തിനെയും ഒരുമിച്ച് കൊണ്ടുപോകുക. ഇപ്പൊ ഒരാളുടെ വിശേഷതയായിരിക്കില്ല മറ്റുള്ളവർക്ക് ഉണ്ടായിരിക്കുക, അവർക്ക് വേറെ വിശേഷതയായിരിക്കും. അപ്പൊ ആ വിശേഷത കണ്ടാലോ, ആ വിശേഷത, അപ്പൊ ഓരോരുത്തരിലുമുള്ള വിശേഷത കണ്ടിട്ട് ഒരുമിച്ച് കൊണ്ടുപോകുമ്പോൾ അവിടെ എന്തായി? എല്ലാവർക്കും പ്രിയപ്പെട്ടതായി. അപ്പൊ എല്ലാവരുടെയും വിശേഷതകൾ കണ്ടിട്ട് ഒരുമിച്ച് കൊണ്ടുപോകുമ്പോഴാണ് സർവരുടെയും പ്രിയപ്പെട്ടതായിട്ട് നമ്മൾ മാറുക എന്ന് ബാബ പറയാം. അതാണ് ബാബ പറയുന്നത്, പ്രിയപ്പെട്ടവരാക്കൂ. ആത്മാവാകുന്ന ഞാൻ വേറിട്ടതാണ്, വേറിട്ട അവസ്ഥയിലിരുന്ന് പ്രിയപ്പെട്ടവരാകൂ. വിശേഷത കാരണം പ്രിയപ്പെട്ടവരല്ല. ഇവരുടെ ഈ ഗുണം എനിക്കിഷ്ടമാണ്, ആ ഗുണം എനിക്കിഷ്ടമാണ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവരല്ല ആകേണ്ടത്. എല്ലാവരുടെയും വിശേഷത കണ്ട് ഒരുമിച്ച് കൊണ്ടുപോകണം സംസ്കാരങ്ങൾ. അങ്ങനെയാണ് ബാബ പറയുന്നത്. അപ്പൊ ഒരാളുടെ ഒരു ഗുണം നമുക്ക് ഇഷ്ടപ്പെട്ടാൽ അത് നമുക്ക് ധാരണ ചെയ്യാം, അല്ലെ? ഓരോരുത്തരിലുമുള്ള എന്തൊക്കെ വിശേഷതകളുണ്ടോ അത് കാണുമ്പോൾ നമുക്കത് ധാരണ ചെയ്യാലോ. അതാണ് ബാബ പറയുന്നത്. അപ്പൊ ഒരാളുടെ പ്രിയപ്പെട്ടത് കാരണം അവരോട് സ്നേഹം, അത് ശരിയല്ല എന്ന് ബാബ പറയാം. അങ്ങനെ സ്നേഹിയാകുന്നത് തെറ്റാണ്. ഫരിസ്ത എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാവർക്കും പ്രിയപ്പെട്ടതാണ്. ഓരോരുത്തരും എന്റേത് എന്നാണ് പറയുക. സ്വന്തമാണ് എന്ന അനുഭവം ഉണ്ടാകും, അല്ലെ? ചിലർക്ക് മാത്രം പ്രിയപ്പെട്ടത്, ചിലർക്ക് അത്രയ്ക്ക് നല്ലതായി തോന്നുന്നില്ല. അങ്ങനെയല്ല, എല്ലാവരും ഒരുപോലെ പറയണം എന്റേത്. അതാണ് ഫരിസ്ത സ്റ്റേജ്. അങ്ങനെയുള്ള ഫരിസ്ത അവസ്ഥയിൽ രണ്ട് കാര്യങ്ങളാണ് വിഘ്നം ഉണ്ടാക്കുന്നത്. അപ്പൊ നമുക്ക് ആ ഒരു സ്റ്റേജിലേക്ക് എത്തണമെങ്കിൽ ബാബ പറയുന്നത് രണ്ട് കാര്യങ്ങൾ വിഘ്നം വരും. ഒന്ന് ദേഹബോധം, രണ്ട് ദേഹാഭിമാനം. ഈ രണ്ട് കാര്യങ്ങൾ വിഘ്നമുണ്ടാക്കും നമ്മൾക്ക് എന്തായി മാറുന്നതിൽ? ഫരിസ്തയായിട്ട് മാറുന്നതിൽ, അതായത് എല്ലാവർക്കും പ്രിയപ്പെട്ടതായിട്ട് മാറുന്നതിൽ വിഘ്നമുണ്ടാക്കുന്ന രണ്ട് കാര്യങ്ങളാണ് ദേഹബോധവും ദേഹാഭിമാനവും. ജ്ഞാനത്തിൽ എത്രമാത്രം മുന്നോട്ട് പോകുന്നുവോ ഇടയ്ക്ക് തന്നോടുള്ള ദേഹാഭിമാനം വരും. അതായത് ആ ദേഹാഭിമാനം താഴ്ത്തും. എന്ത് ദേഹാഭിമാനമാണ് വരുന്നത്? ഏതൊക്കെ വിശേഷതയാണോ ഉള്ളത് ആ വിശേഷതകൾ കാരണം അഭിമാനമുണ്ടാകും. ഞാനും ചെറുതല്ല, എല്ലാവർക്കും എൻ്റെ സംസാരം ഇഷ്ടമാണ്, എൻ്റെ സേവനത്തിന്റെ പ്രഭാവം ഉണ്ടാകുന്നു, ഏത് കലയും ഞാൻ കൈകാര്യം ചെയ്യുന്ന രീതി വളരെ നല്ലതാണ്, എൻ്റെ കോഴ്സ് നടത്തുന്ന രീതി വളരെ നല്ലതാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകുന്തോറും, അല്ലെ? സേവനത്തിൽ മുന്നോട്ട് പോകുമ്പോൾ വരുന്ന ദേഹാഭിമാനങ്ങളാണ് ബാബ പറയുന്നത്. അതായത് ഞാനും ചെറുതല്ലല്ലോ, എൻ്റെ സംസാരം മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്നു എന്ന് പറയും. അതല്ലെങ്കിൽ പറയും എൻ്റെ സേവനം, ഞാൻ സേവനം ചെയ്ത് അതിൻ്റെ പ്രഭാവം ഉണ്ടായി. ഇല്ലെങ്കിൽ ഞാൻ ഏത് കാര്യമായാലും ഞാൻ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്നു. ഇതൊക്കെ ഉള്ളിൽ വരുന്ന മായയാണ്, അല്ലെ? ദേഹാഭിമാനത്തിന്റെ. അല്ലെങ്കിൽ ഞാൻ കോഴ്സ് നടത്തുന്ന രീതി വളരെ നല്ലതാണ്, അല്ലെ? പലരും പല രീതിയിലാണല്ലോ കോഴ്സ് നടത്താം. 7 days കോഴ്സ് എല്ലാവരും ഒരുപോലെ ആയിരിക്കില്ല, ചിലർ നല്ല രീതിയിൽ നടത്തും. അപ്പൊ അങ്ങനെ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ സ്വയം തോന്നും എൻ്റെ കോഴ്സ് നടത്തുന്ന രീതി വളരെ നല്ലതാണ്. ഈ അഭിമാനം സേവനത്തിലോ പുരുഷാർത്ഥത്തിലോ മുന്നോട്ട് പോകുന്നവർക്ക് അഭിമാനത്തിന്റെ രൂപത്തിൽ വരുന്നു.
അഭിമാനം എന്ന് പറയുമ്പോൾ ദുരഭിമാനത്തിന്റെ രൂപത്തിലാണ് വരിക. ഇതൊക്കെ ഒരു അഹങ്കാരം അല്ലെ, ചെറിയൊരു അഹങ്കാരമാണ് അവിടെ വരിക. അതാണ് ബാബ പറയുന്നത്, ഇത് നിങ്ങൾ പരിശോധിക്കണം. കാരണം ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾക്ക് ഫരിസ്തയാകാൻ സാധിക്കില്ല. കാരണം അവിടെ എന്താണ്, ഭാരമാണത്. ശരിക്കും ഒരു അഹങ്കാരത്തിന്റെ, ഒരു ദുരഭിമാനത്തിന്റെ ഭാരം വരികയാണ് അവിടെ. അപ്പൊ നമുക്ക് ഫരിസ്തയാകാൻ സാധിക്കില്ല. അതാണ് ബാബ പറയുന്നത്, അഭിമാനമുള്ള ഒരാൾക്ക് അഭിമാനം മാനിക്കുന്നുവെങ്കിൽ അത് പരിശോധിക്കാനുള്ള വിധിയാണ്. അഭിമാനമുള്ളവരെ ചെറുതായെങ്കിലും അപമാനിച്ചാൽ അവരുടെ ചിന്തകളുടെ, അഭിപ്രായത്തിന്റെ, കലയുടെ, കൈകാര്യം ചെയ്യുന്നതിന്റെ അപമാനം പെട്ടെന്ന് അനുഭവപ്പെടും അല്ലെ. എന്തെങ്കിലും ആ ഒരു ഞാനെന്ന ഭാവം ഉണ്ടെങ്കിൽ അവരെ ഒന്ന് അപമാനിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അറിയാൻ പറ്റും അല്ലെ, ആ ഒരു സ്ഥിതി മാറും അവരുടെ. അതാണ് ബാബ പറയുന്നത്. അപ്പോൾ അവർക്ക് പെട്ടെന്ന് അത് അനുഭവപ്പെടും. അപമാനം അനുഭവപ്പെട്ടാൽ അതിൻ്റെ സൂക്ഷ്മ അടയാളമായി അഹങ്കാരം, ക്രോധം അതിൻ്റെ അംശമുണ്ടാകും അല്ലെ. അപ്പൊ ഇങ്ങനെ ഒരു മനസ്സിൽ അങ്ങനെ ഒരു തോന്നലുണ്ട്, ഞാൻ ചെയ്യുന്നത് നല്ലതാണ്, എൻ്റെ സേവനം നല്ലതാണ്, എൻ്റെ സംസാരം നല്ലതാണ്, ഞാൻ നടത്തുന്ന കോഴ്സ് നല്ലതാണ്, അങ്ങനെയുള്ള ഉള്ളിലുണ്ടെങ്കിൽ ചെറിയൊരു അപമാനം വന്നാൽ മതി, എന്താവും, സ്റ്റേജ് മാറി എന്തായി മാറും, അഹങ്കാരത്തിലേക്കും ക്രോധത്തിലേക്കും ഒക്കെ അത് വഴിമാറും. അപ്പൊ അവര് ഏത് സ്ഥിതിയിലാണ് ഇരിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാൻ പറ്റും. അതാണ് ബാബ പറയുന്നത്, അത് നിങ്ങളെ ഫരിസ്തയാക്കാൻ അനുവദിക്കില്ല. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കാൻ, അവിടെയാണ് ചെക്ക് ചെയ്യാൻ ബാബ പറയുന്നത്. വർത്തമാന സമയമനുസരിച്ച് ബാബ് ദാദ വീണ്ടും നിങ്ങൾക്ക് സൂചന നൽകുന്നു. സംഗമയുഗത്തിന്റെ അവസാനത്തെ സ്വരൂപമായ ഫരിസ്ത സ്വരൂപം ഇപ്പോൾ ജീവിതത്തിൽ പ്രത്യക്ഷമാക്കൂ. ഫരിസ്ത നമ്മൾ അവസാന വിനാശ സമയത്തല്ല ആകേണ്ടത് ബാബ പറയുന്നത്. ഇപ്പൊ ജീവിതത്തിൽ നമ്മൾ ആ സ്റ്റേജ്, അതായത് സംഗമയുഗത്തിന്റെ ഫൈനൽ സ്റ്റേജ് ആണ് ഫരിസ്ത സ്വരൂപം. അത് ഇപ്പോൾ നിങ്ങൾ പ്രത്യക്ഷമാക്കാനാണ് ബാബ പറയുന്നത്. സാകാരത്തിൽ കൊണ്ടുവരൂ. കാരണം നമ്മളിപ്പോ സാകാരത്തിലാണല്ലോ, സാകാര ശരീരമുണ്ട് നമുക്ക്. ആ സാകാരത്തിൽ കൊണ്ടുവരും. നമ്മുടെ പെരുമാറ്റം, ചലനം, വാക്ക്, പ്രവൃത്തിയിലൊക്കെ എന്ത് കാണപ്പെടണം? ഫരിസ്ത. അതിപ്പോ കാണപ്പെടണം. ഫൈനൽ വിനാശം വരുന്ന സമയത്തല്ല ബാബ പറയുന്നത്, ഇപ്പൊ കൊണ്ടുവരാനാണ്, ഇപ്പൊ പ്രത്യക്ഷമാക്കാനാണ് ബാബ പറയുന്നത്. ഫരിസ്തയാകുന്നതിലൂടെ അശരീരിയാകാൻ വളരെ സഹജമാണ്. ഫരിസ്തയായി മാറിക്കഴിഞ്ഞാൽ പിന്നെ എന്താണ്? എല്ലാത്തിൽ നിന്നും വേറിട്ടിരിക്കുക. അതായത് നമുക്കറിയാം, പ്രകാശ ശരീരത്തിൽ ഇരിക്കുന്നതാണ് ഫരിസ്ത, നമ്മൾ ആത്മാക്കള്. പിന്നെ അതിൽ നിന്ന് നമ്മൾ അശരീരിയാകുക, അതായത് പോയിന്റ് ഓഫ് ലൈറ്റ് ആയിട്ട് മാറാൻ നമുക്ക് സഹജമാണല്ലോ. അപ്പൊ അതാണ് ബാബ പറയുന്നത്, ഫരിസ്തയായി കഴിഞ്ഞാൽ പിന്നെ അശരീരിയാകാൻ വളരെ സഹജമാണെന്ന് ബാബ പറയാം. നിങ്ങളുടെ വിശേഷതയോടോ മറ്റുള്ളവരുടെ വിശേഷതയോടോ സൂക്ഷ്മ രൂപത്തിൽ ഏതെങ്കിലും മോഹമോ അഭിമാനമോ ഇല്ലല്ലോ എന്ന് സ്വയം പരിശോധിക്കണം. സ്വന്തം വിശേഷതയുണ്ടായിരിക്കും, അതുപോലെ മറ്റുള്ളവരുടെ വിശേഷതയുണ്ടായിരിക്കും. അപ്പൊ ബാബ പറയുന്നത്, അതിൽ നിങ്ങൾക്ക് സൂക്ഷ്മ രൂപത്തിൽ പോലും വളരെ എന്തെങ്കിലും മോഹമുണ്ടോ? അപ്പൊ സ്വന്തം വിശേഷതയോട് ചിലപ്പോ എന്താണ് ഒരു മോഹം ഉണ്ടായിരിക്കും, എനിക്ക് ഇന്ന വിശേഷതയുണ്ട് എന്ന്. അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വിശേഷത കാണുമ്പോൾ അതിനോടും ഒരു മോഹം ഉണ്ടായിരിക്കും. ബാബ ഈ രണ്ട് കാര്യങ്ങളാണ് ചെക്ക് ചെയ്യാൻ പറയുന്നത്. സ്വന്തം വിശേഷതയോടോ മറ്റുള്ളവരുടെ വിശേഷതയോടോ നിങ്ങൾക്ക് സൂക്ഷ്മ രൂപത്തിൽ എന്തെങ്കിലും മോഹമുണ്ടോ എന്ന് ചെക്ക് ചെയ്യണമെന്ന് പറയാം. സന്തോഷകരമായ ഹൃദയം, സന്തോഷകരമായ മുഖം, അതിന് പകരം ദുഃഖത്തിന്റെയോ വ്യാകുലതയോടെയോ മുഖം വരുമ്പോൾ മുന്നോട്ട് പോകവേ നിരാശരാകുന്നു. എപ്പോഴും എങ്ങനെയായിരിക്കണം? സന്തോഷമായ ഹൃദയം, സന്തോഷമായ മുഖമായിരിക്കണം. അതിന് പകരം നമുക്ക് ദുഃഖത്തിന്റെ മുഖം, അല്ലെങ്കിൽ എന്താണ് വ്യാകുലതയുടെ മുഖം, അങ്ങനെയൊക്കെ വരുമ്പോൾ ബാബ പറയുന്നത് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ നിരാശരാകുന്നു എന്ന് ബാബ പറയാം. സന്തോഷിക്കുന്നതിന് പകരം ഹൃദയം തകർന്നവരാകുന്നു. അപ്പോൾ മനസ്സിലായോ, ഇപ്പോൾ നിങ്ങളുടെ സംഗമയുഗത്തിന്റെ അവസാന സ്ഥിതിയായ ഫരിസ്ത സ്ഥിതിയുടെ സംസ്കാരം ഇമർജ് ചെയ്യൂ. അപ്പൊ നമ്മൾ ഇപ്പൊ മുതലേ അത് തന്നെ ആ ഒരു സംസ്കാരം, അതായത് ഫരിസ്ത, ആ ഒരു സ്റ്റേജിന്റെ സംസ്കാരം ഇപ്പൊ തന്നെ നിങ്ങളിൽ ഇമർജ് ചെയ്യൂ എന്നാണ്, പ്രത്യക്ഷമാക്കൂ എന്ന് ബാബ പറയാം. ബ്രഹ്മാവിനെ കണ്ടതുപോലെ ഫോളോ ചെയ്യണം. പല കുട്ടികൾക്കും അനുഭവമായതാണ്. വാർത്തകൾ കേൾപ്പിക്കാൻ വന്നു, പക്ഷേ സംസാരിക്കുമ്പോഴും വാർത്തകൾക്കപ്പുറം ശബ്ദത്തിന് ഉപരിയായ സ്ഥിതിയുടെ അനുഭവം ചെയ്യുന്നത് കണ്ടു. അപ്പൊ ബ്രഹ്മ ബാബയെ
ഇപ്പോൾ സേവനത്തിന്റെ വാർത്തകളൊക്കെ കേൾപ്പിക്കാൻ കുട്ടികൾ വരും. അപ്പൊ കുട്ടികൾക്ക് എങ്ങനെയാണ് അനുഭവം വന്നത്? വാർത്തകൾ കേൾപ്പിക്കുന്നുണ്ട് ബാബയെ, പക്ഷെ ബാബ സംസാരിക്കുന്നുണ്ട് തിരിച്ചു. പക്ഷെ എങ്ങനെയാണ്? ശബ്ദത്തിനൊക്കെ ഉപരിയായിട്ടാണ് ബാബ ഇരിക്കുന്നത് എന്നുള്ള അനുഭവം കുട്ടികൾക്കുണ്ടായിരുന്നു ബ്രഹ്മ ബാബയിൽ നിന്ന്. പല കാര്യങ്ങളുടെയും വാർത്തകൾ കേൾപ്പിക്കുന്നതിനും ഇത് പറയണം, ഇത് ചോദിക്കണം എന്നൊക്കെ വളരെ കാര്യങ്ങളുടെ പദ്ധതികൾ തയ്യാറായി വരും. പക്ഷേ വരുമ്പോൾ ചോദിക്കാനുള്ളത് അവർ മറക്കും. ഒരുപാട് കാര്യങ്ങൾ ബാബയോട് ഇന്നതൊക്കെ ചോദിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് വരും. പക്ഷെ ബാബയെ കാണുമ്പോഴേക്കും ഇതെല്ലാം മറക്കും. കാരണം ബാബയുടെ സ്റ്റേജ് അതാണ്. കർമാതീതമായ ശബ്ദത്തിനുപരിയായ അത്രയും ഉയർന്ന സ്റ്റേജിലാണ് ബാബ ഇരിക്കുന്നത്. അപ്പൊ ബാബയെ കാണുമ്പോൾ എന്തെല്ലാം ചോദിക്കാമെന്ന് അത് മറക്കും. അതല്ല എങ്കിൽ വേറെ അവർക്ക് അനുഭവം വരാം. ആ ബാബ ഏതാണോ സ്റ്റേജ് അതുപോലുള്ള സ്റ്റേജ് അവർക്ക് അനുഭവം വരും. കാരണം ബാബയിൽ നിന്ന് വരുന്ന വായുമണ്ഡലം അതാണല്ലോ. ബാബ ഇരിക്കുന്ന വൈബ്രേഷനും ആ വായുമണ്ഡലമൊക്കെ ആ ഒരു സ്റ്റേജിന്റെയാണ്. അപ്പൊ കുട്ടികൾക്ക് ബാബയുടെ അടുത്ത് വരുമ്പോൾ അല്ലെങ്കിൽ ഈ അനുഭവം കിട്ടും, അല്ലെങ്കിൽ അവരെന്താണ് ചോദിക്കാൻ വന്നത് അതെല്ലാം മറന്നു പോകും. ഇതാണ് ഫരിസ്ത അവസ്ഥ എന്ന് ബാബ പറയാം. ഇന്ന് പഠിച്ച പാഠം എന്താണ്? ഞാൻ ആരാണ്? ഫരിസ്ത. ആരുടെയെങ്കിലും വാക്കുകളാൽ, ആരുടെയെങ്കിലും വിശേഷതകളുമായി, അല്ലെങ്കിൽ സ്വന്തം വിശേഷതകളിൽ നിന്ന് ഉപരിയായി ഡബിൾ ലൈറ്റ് ഫരിസ്ത ആകണം. അപ്പൊ ഇന്നത്തെ പഠിപ്പ് ബാബ മുഴുവൻ പറഞ്ഞത് എന്തിനെ കുറിച്ചാണ്? ഫരിസ്തയാകണം. ഫരിസ്തയാകണം എന്ന് പറയുമ്പോൾ എങ്ങനെയിരിക്കണം നമ്മൾ? വളരെ സന്തോഷമായിരിക്കണം, എല്ലാത്തിൽ നിന്നും ഉപരിയായിരിക്കണം, അല്ലേ? ഒരുപാട് കാര്യങ്ങൾ ബാബ പറഞ്ഞില്ലേ? അപ്പോൾ ബാബ പറയാണ് അതുപോലെ സ്വന്തം സവിശേഷത, മറ്റുള്ളവരുടെ വിശേഷത, അതിൽ നിന്നെല്ലാം നമ്മൾ വേറിട്ടിരിക്കണം. അതൊന്നും ഒരു സൂക്ഷ്മ രൂപത്തിൽ പോലും നമ്മുടെ ഉള്ളിൽ വരരുത്. ഡബിൾ ലൈറ്റ്, അത്രയും ഉപരിയായിട്ട് ഡബിൾ ലൈറ്റ് ഇരിക്കാനാണ് ബാബ പറയുന്നത്. കാരണം എന്തുകൊണ്ടാ? ഫരിസ്തയാകാതെ ദേവതയുടെ ഉയർന്ന പദവി കിട്ടില്ല. ഫരിസ്തയായാലേ ദേവതയാകാൻ കഴിയുള്ളൂ. കുട്ടികളായി മാറിയതിനാൽ സത്യയുഗത്തിൽ വരും. നമ്മൾ ബാബയുടെ കുട്ടിയായതുകൊണ്ട് സത്യയുഗത്തിൽ തീർച്ചയായിട്ടും വരും, സമ്പത്തും കിട്ടും. പക്ഷേ ശ്രേഷ്ഠ പദവി കിട്ടില്ല, അല്ലെ? ഏറ്റവും ശ്രേഷ്ഠ വിശ്വചക്രവർത്തി, വിശ്വരാജ, അതുപോലെ രാജകുടുംബത്തിലെ പദവി, ഇതൊക്കെ ഉയർന്ന പദവികളാണല്ലോ. പക്ഷെ ബാബ പറയുന്നത് നമ്മൾ ആ ഫരിസ്തയായില്ലെങ്കിൽ നമ്മൾ സത്യയുഗത്തിൽ വരും, സമ്പത്തും കിട്ടും, പക്ഷെ ശ്രേഷ്ഠ പദവി ലഭിക്കില്ല എന്ന് ബാബ പറയാം. ഒരുമിച്ചിരിക്കും, ഒരുമിച്ച് ഭരിക്കും എന്നതാണ് വാഗ്ദാനം. നമ്മൾ ബാബയോട് പ്രതിജ്ഞ ചെയ്തെന്താണ്? ഞങ്ങൾ ബാബയോടൊപ്പം ഇരിക്കും, ബാബയോടൊപ്പം രാജ്യം ഭരിക്കും, അതൊക്കെ പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട് നമ്മൾ. സിംഹാസനത്തിൽ ഇരുന്നില്ലെങ്കിലും രാജ്യാധികാരിയാകും. അവിടുത്തെ രാജ്യസഭ കണ്ടിട്ടുണ്ടോ? ബാബ ചോദിക്കാം. ആരൊക്കെ രാജ്യസഭയുടെ അധികാരികൾ എല്ലാവരും തിലകവും കിരീടവും അണിയുന്നു. അവിടെ അങ്ങനെയാണ്. രാജാവ് മാത്രമല്ല തിലകവും കിരീടവും അണിയാം. ആരൊക്കെ ആ രാജ്യസഭയിലുണ്ടോ അവരൊക്കെ ഈ തിലകവും കിരീടവും അണിയും. അതാണ് ബാബ പറയുന്നത്. അപ്പൊ പദവി ഉയർന്നില്ലേ അവിടെ? രാജ്യത്തിന്റെ തിലകവും രാജ്യത്തിന്റെ അടയാളവുമാണ് കിരീടം. വളരെ കാലമായി സ്വരാജ്യ അധികാരികൾ, ഇടയ്ക്ക് മാത്രമല്ല വളരെ കാലമായി സ്വരാജ്യ അധികാരി സിംഹാസനത്തിൽ ഇരുന്നില്ലെങ്കിലും അവർ രാജകുടുംബത്തിന്റെ അധികാരിയായി മാറുന്നു. ഫരിസ്ത സ്റ്റേജ് ആണെങ്കിൽ നമുക്ക് എന്താണ് പദവി? ബാബ പറയുന്നത് രാജകുടുംബത്തിന്റെ അധികാരിയായിട്ട് മാറും. ശ്രേഷ്ഠ പദവിയാണത്. ഇനി ബാബ പറയാണ്, ഇന്ന് ആദ്യമായിട്ട് വന്നവർ എഴുന്നേറ്റ് നിൽക്കൂ. അപ്പൊ അന്ന് കുറെ കുട്ടികൾ ആദ്യമായിട്ട് ബാബയെ കാണാൻ വന്നവരുണ്ട്. അപ്പൊ നോക്കുമ്പോ സഭയുടെ 3/4 പേരും എഴുന്നേറ്റ് നിന്നു. ആദ്യമായിട്ട് വന്നിട്ടുള്ളവർക്ക് എല്ലാ കുട്ടികൾക്കും ആദ്യത്തെ ജന്മത്തിന്റെ ബാബയുമായി ആദ്യമായി കണ്ടുമുട്ടിയതിന്റെ അഭിനന്ദനങ്ങൾ കൊടുക്കുക ബാബ, അല്ലെ? എന്താണ് ബാബയിലൂടെ നമ്മൾ ജന്മമെടുത്ത് ബാബയെ ആദ്യമായിട്ട് കാണുന്നതിന്റെ അഭിനന്ദനം കൊടുത്തു ബാബ എല്ലാ കുട്ടികൾക്കും. അന്ന് പുതിയതായിട്ട് വന്നിട്ടുള്ള കുട്ടികൾക്ക്, വന്നിട്ടുള്ള എല്ലാ കുട്ടികൾക്കും ഈ വരദാനമാണ്. വന്നത് ടു ലേറ്റ് സമയത്താണ്. വന്നിരിക്കുന്ന എല്ലാ കുട്ടികൾക്കുമായിട്ടുള്ള പ്രത്യേക വരദാനമാണ്. മുന്നോട്ട് എങ്ങനെ പോകും എന്ന് ഒരിക്കലും ചിന്തിക്കരുത്. ടു ലേറ്റ് ആയിട്ട് വരുന്നവർക്ക് ഇപ്പോൾ വൈകി വന്നിരിക്കുകയാണ്, പക്ഷേ വളരെയധികം വൈകിയിട്ടില്ല.
അതാണ് ബാബ പറയുന്നത്. അതായത് കുട്ടികൾക്ക് കുറച്ച് ലേറ്റ് ആയിട്ട്, അതായത് ബാബ 72 വർഷമായിട്ടുള്ളൂ, ഇപ്പോൾ 90 വർഷമായി. അപ്പോൾ ഇപ്പോൾ ശരിക്കും ടു ലേറ്റ് ആയില്ലേ. അപ്പോൾ 72 ആ ഒരു സമയത്ത്, അത്രയും വർഷം ആയ ആ സമയത്ത് ബാബ പുതിയതായിട്ട് വന്നിട്ടുള്ള കുട്ടികളോട് പറയാണ്, നിങ്ങൾ ഒരിക്കലും ഞങ്ങൾ ഇത്രയും ലേറ്റ് ആയിട്ടല്ലേ വന്നേ, ഞങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകും എന്നൊന്നും നിങ്ങൾ ചിന്തിക്കരുത്. നിങ്ങൾ വൈകി വരാൻ, പക്ഷെ ബാബ പറയുന്നത് വളരെ വൈകിയിട്ടില്ല. വൈകി നിങ്ങൾ, പക്ഷെ വളരെ വൈകിയിട്ടില്ല. ഇപ്പോൾ പ്രത്യേകമായി ബാപ് ദാദയും ബ്രാഹ്മണ പരിവാരത്തിലെ വിശേഷമായി നിമിത്തമായിരിക്കുന്ന സഹോദരി സഹോദരന്മാരുടെയും പ്രത്യേകമായുള്ള സഹയോഗത്തിന്റെ ഭാവന നിങ്ങളുടെ കൂടെയുണ്ട്. അപ്പൊ നിങ്ങൾ ചിന്തിച്ച് വിഷമിക്കൊന്നും വേണ്ട. ബാബ പറയാണ്, നിങ്ങൾ ലേറ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളതെങ്കിലും നിങ്ങൾക്ക് ആരുടെയൊക്കെ സഹയോഗമുണ്ട്? ബാപ് ദാദയുടെ, അതുപോലെ ബ്രാഹ്മണ പരിവാരത്തിൽ നിമിത്തമായിട്ടിരിക്കുന്ന അല്ലെ മുതിർന്ന സഹോദരി സഹോദരന്മാരുടെ ഒക്കെ സഹയോഗം നിങ്ങളുടെ കൂടെയുണ്ടെന്ന് ബാബ പറയാം. പ്രത്യേക സഹയോഗത്തിന്റെ ഭാവനയുണ്ട്. നിങ്ങൾ കുറച്ചു സമയത്തിലെ ഓരോ നിമിഷവും സഫലമാക്കണം. കാരണം നിങ്ങൾ ലേറ്റായി, അപ്പൊ വളരെ കുറച്ച് സമയമേ ഉള്ളൂ നിങ്ങളുടെ കയ്യിൽ. അപ്പൊ നിങ്ങൾ ഓരോ സെക്കൻഡും നിങ്ങൾ സഫലമാക്കണം, ബാബ പറയാണ്. കാരണം കുറവ് സമയത്തിൽ കൂടുതൽ നേടണം നിങ്ങൾക്ക്. ആദ്യം വന്നവരെന്ന് പറയുമ്പോൾ അവർക്ക് ഒരുപാട് സമയം ഉണ്ടായിരുന്നു. അപ്പൊ ഒരുപാട് സമയം എടുത്തെടുത്തിട്ട് അവര് ഒരുപാട് നേടി. പക്ഷെ നമുക്കോ കുറച്ച് സമയമേ ഉള്ളൂ. അപ്പൊ കുറച്ച് സമയം കൊണ്ട് നമ്മൾ കൂടുതൽ നേടണം. അതാണ് ബാബ പറയുന്നത്. ഒരു സെക്കൻഡ് പോലും വ്യർത്ഥമാക്കി കളയരുത്. കർമ്മയോഗിയായി മുന്നോട്ട് പോകണം. കർമ്മം ഉപേക്ഷിക്കരുത്, പക്ഷേ കർമ്മത്തിൽ യോഗം കൂട്ടിച്ചേർക്കണം. ബാബ പറയാണ്, ഒരു സെക്കൻഡ് പോലും നിങ്ങൾ വ്യർത്ഥമാക്കി കളയരുത്. ഓരോ സെക്കൻഡും നിങ്ങൾ കർമ്മയോഗിയായിട്ട് വേണം മുന്നോട്ട് പോകാൻ. അല്ലാതെ എനിക്ക് കുറച്ച് സമയമേ ഉള്ളൂ, ഇനി കർമ്മമൊന്നും ചെയ്യേണ്ട, സദാ ബാബയെ ഓർമ്മിച്ചിരിക്കാം, അങ്ങനെയല്ല ബാബ പറയുന്നത്. കർമ്മം നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യണം, പക്ഷെ എങ്ങനെ ചെയ്യണം? കർമ്മയോഗിയായി. അതായത് കർമ്മം ചെയ്തുകൊണ്ടും ബാബയുടെ ഓർമ്മ നമുക്ക് ഉണ്ടായിരിക്കണം. അതാണ് ബാബ പറയുന്നത്. കർമ്മത്തിൽ നിങ്ങൾ യോഗം കൂട്ടിച്ചേർക്കണം. കർമ്മത്തിന്റെയും യോഗത്തിന്റെയും സന്തുലനം വെക്കണം അല്ലെ. കർമ്മം ചെയ്യണം, ഒപ്പം ബാബയുടെ ഓർമ്മയുണ്ടായിരിക്കണം. അത് ബാലൻസ് ആയിരിക്കണമെന്ന് ബാബ പറയാം. സന്തുലനം വരുമ്പോൾ കൂടുതൽ സഹയോഗം ലഭിക്കും. കർമ്മം മാത്രം ചെയ്തുകൊണ്ടിരുന്നാലോ അല്ലെങ്കിൽ യോഗം മാത്രം ചെയ്തുകൊണ്ടിരുന്നാലോ സഹയോഗം കിട്ടില്ല. രണ്ടും ബാലൻസ് ആയിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ബാബ പറയാണ്, നിങ്ങൾക്ക് സഹയോഗം ലഭിക്കും. ആരെല്ലാമാണോ വൈകി വന്നവർ, ടൂ ലേറ്റ് ഭാവിയിലാകും, നിങ്ങൾക്ക് അവസരമുണ്ട്. വൈകി വന്നവർക്ക് ബാബ പറയുന്നത്, നിങ്ങൾ വൈകിയെങ്കിലും നിങ്ങൾക്ക് അവസരമുണ്ട്. പക്ഷെ ഇനി ഭാവിയിൽ വരുന്നവർക്കോ കുറവാണല്ലേ, ടൂ ലേറ്റ് ആകും. അതാ ബാബ പറയുന്നത്. പക്ഷെ നിങ്ങൾക്ക് അവസരമുണ്ട്. കുറഞ്ഞ സമയത്തിൽ കൂടുതൽ പുരുഷാർത്ഥം ചെയ്യാൻ കഴിയും. ബാബ് ദാദ വരദാനം നൽകുകയാണ്. ധൈര്യമുള്ള കുട്ടികൾക്ക് ബാബയുടെ സഹായം ലഭിക്കും. അപ്പൊ കുറച്ച് സമയം ഉള്ളൂ എങ്കിലും ബാബ പറയുന്ന ധൈര്യപൂർവ്വം നിങ്ങൾ ഓരോ ചൂടം വെച്ച് പുരുഷാർത്ഥം ചെയ്യൂ. അപ്പൊ ആര് സഹായിക്കും? ബാബ സഹായിക്കും അല്ലെ. ബാബയുടെ സഹായം ലഭിക്കും. എല്ലായിടത്തുമുള്ള കുട്ടികൾക്ക് ബാബ് ദാദയുടെ ഹൃദയത്തിന്റെ ആശീർവാദങ്ങൾ, കോടി മടങ്ങ് അഭിനന്ദനങ്ങളും ആശംസകളും നൽകുകയാണ് ബാബ. അതുപോലെ വന്നിട്ടുള്ള കത്തുകൾ, ഇമെയിൽ അയക്കുന്നവരുടെയൊക്കെ സെക്കൻഡിനേക്കാൾ കുറഞ്ഞ സമയത്തിൽ ബാബ് ദാദയുടെ അടുത്ത് എത്തിച്ചേരുന്നു. അവർക്കും ബാബ് ദാദയ്ക്കായി ദാഹിക്കുന്ന ആത്മാക്കൾക്ക്, അതുപോലെ ഓരോ അടിയും കഴുത്തിലെ മാലയാക്കുന്ന ബന്ധനത്തിലുള്ളവർക്ക്, അങ്ങനെയുള്ള ആത്മാക്കൾക്കും ബാബ സ്നേഹസ്മരണകൾ കൊടുക്കാണ്. ഇപ്പോൾ ഉയർന്നു വരുന്ന പുതിയ സ്നേഹി ആത്മാക്കൾക്ക്, എന്നാൽ കുറച്ചുപേരാണ്, സ്നേഹവും സഹകരണവും ഇരട്ടിയാകണം. നാനാഭാഗത്തെയും ചെറുപ്പക്കാർക്കും വൃദ്ധരും കുട്ടികളും അമ്മമാരും പാണ്ഡവരും എല്ലാവർക്കും ബാബ ആശംസകൾ കൊടുക്കാണ്, സ്നേഹസ്മരണകൾ കൊടുക്കാണ്. അപ്പൊ നമ്മൾ കുട്ടികളും ബാബ് ദാദയ്ക്ക് സ്നേഹസ്മരണകള് സ്നേഹപൂർവം കൊടുക്കണം. ഇനി ബാബ വരദാനം പറയുന്നത്, സാകാരവും നിരാകാരനുമായ അച്ഛന്റെ കൂട്ടുകെട്ടിലൂടെ ഓരോ സങ്കല്പത്തിലും വിജയിയാകുന്ന സദാ സഫലതാമൂർത്തിയായി ഭവിക്കട്ടെ. അപ്പോ ഏത് കൂട്ടുകെട്ടെടുക്കാൻ പറഞ്ഞ ബാബ? സാകാരത്തിലുള്ള അച്ഛനും നിരാകാരത്തിലുള്ള അച്ഛനും, അതായത് ബ്രഹ്മ ബാബയും ശിവബാബയും.
അവരുടെ കൂട്ടുകെട്ടിലൂടെ നമ്മുടെ ഓരോ സങ്കല്പത്തിലും നമ്മൾ വിജയിയാകണം. അങ്ങനെയുള്ള സഫലതാമൂർത്തിയായി ഭവിക്കട്ടെ എന്ന് ബാബ പറയാം. ഏതുപോലെ നിരാകാര ആത്മാവും സാകാര ശരീരവും രണ്ടും ചേർന്ന് ഓരോ കാര്യവും ചെയ്യാൻ സാധിക്കും അല്ലേ? അപ്പൊ നമ്മളെങ്ങനെ ഓരോ കാര്യം ചെയ്യുന്നത്? നമ്മൾ ആത്മാക്കള് നിരാകാരനാണ്, ശരീരമുണ്ട് സാകാര ശരീരം. ഇത് രണ്ടും കൂടി ചേരുമ്പോൾ നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നു അല്ലേ? അതുപോലെ ബാബ പറയാണ്, നിരാകാരനും സാകാര ബാബയും രണ്ടുപേരോടും ഒപ്പം രണ്ടുപേരെയും മുന്നിൽ വെച്ച് കർമ്മവും സങ്കല്പവും ചെയ്യുകയാണെങ്കിൽ സഫലതാമൂർത്തിയായി മാറും. ശിവബാബയെയും ബ്രഹ്മബാബയെയും ഒപ്പം വെച്ച് അല്ലെ, അവരെ മുന്നിൽ വെച്ച് നമ്മൾ ഏത് കർമ്മം ചെയ്താലും ബാബ പറഞ്ഞത് എന്താണ്? സഫലത തീർച്ചയായിട്ടും ഉണ്ടാകുമെന്ന് ബാബ പറയാം. ബാപ്ദാദ സന്മുഖത്തുണ്ടെങ്കിൽ തീർച്ചയായും ബാബയോട് സ്ഥിരീകരിച്ചു നിശ്ചയവും നിർഭയതയോടും കൂടി ചെയ്യും. അവിടെ നമുക്ക് ബാപ്ദാദയെ മുന്നിൽ വെച്ചാൽ അവിടെ നിശ്ചയവുമാണ്, നിർഭയതയുമാണ്. ഇതിലൂടെ സമയവും സങ്കല്പവും ലാഭിക്കാം, ഒന്നും വ്യർത്ഥമായി പോകില്ല. അപ്പോൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും രണ്ട് പേരെ കൂടെ വയ്ക്കുക, നിരാകാരനായ ബാബയെയും സാകാരനായ ബാബയെയും. അങ്ങനെ രണ്ടുപേരെയും കൂടെ വെച്ച് നമ്മളൊരു കർമ്മം ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെ ബാബ പറയുന്നത് സമയം അതുപോലെ തന്നെ എനർജി ഒന്നും അവിടെ വേസ്റ്റ് ആവില്ല, ഒന്നും വേസ്റ്റ് ആവില്ല എന്നാണ് ബാബ പറയുന്നത്. ഒന്നും വ്യർത്ഥമായി പോകില്ല. ഓരോ കർമ്മവും സ്വതവേ സഫലമാകും. നമ്മൾ എന്ത് കർമ്മം ചെയ്യുമ്പോഴും ആരുടെ ഓർമ്മയിൽ ചെയ്യാം? രണ്ടുപേരെയും ഓർമ്മിക്കാം. സ്ലോഗൻ: ആത്മീയ സ്നേഹം സമ്പത്തിനേക്കാളും വിലപ്പെട്ടതാണ്. അതിനാൽ മാസ്റ്റർ സ്നേഹത്തിന്റെ സാഗരമാകൂ. അതായത് ആത്മീയ സ്നേഹം, ആ സ്നേഹം എന്ന് പറയുന്നത് നമുക്ക് എത്രമാത്രം സമ്പത്തുണ്ടോ അതിനേക്കാളൊക്കെ ഉയർന്നതാണ് ആത്മീയ സ്നേഹം. അതുകൊണ്ട് ബാബ പറയാണ് നമ്മൾ കുട്ടികളോട് മാസ്റ്റർ സ്നേഹത്തിന്റെ സാഗരമാകൂ. അപ്പൊ നമുക്ക് ആ ഒരു സമ്മാനം എടുക്കാം അല്ലേ? ഞാൻ മാസ്റ്റർ സ്നേഹസാഗരമാണ്. ഞാൻ വ്യക്തസൂചന തരാണ്. ഏകതയുടെയും വിശ്വാസത്തിന്റെയും വിശേഷതയിലൂടെ സഫലതാ സമ്പന്നരാകൂ. ധർമ്മത്തിന്റെ അധികാരമുള്ളവർക്ക് മുന്നിൽ പവിത്രതയുടെ ശക്തിയും രാജ്യാധികാരത്തിന്റെ മുന്നിൽ ഏകതയുടെ ശക്തിയും തെളിയിക്കുക. അതായത് ധർമ്മത്തിന്റെ അധികാരം, അവർക്ക് മുന്നിൽ ഏതിന്റെ ശക്തി തെളിയിക്കേണ്ടത്? പവിത്രതയുടെ ശക്തി. രാജ്യാധികാരത്തിന്റെ മുന്നിൽ ഏകതയുടെ ശക്തിയും. ഈ രണ്ടു ശക്തികളെ തെളിയിക്കുമ്പോൾ ഈശ്വരീയ ശക്തിയുടെ പതാക വളരെ സഹജമായി ഉയർത്തപ്പെടും. ഇപ്പോൾ ഇവ രണ്ടിലും പ്രത്യേക ശ്രദ്ധ നൽകണം. എത്രത്തോളം പവിത്രതയുടെയും ഐക്യത്തിന്റെയും ശക്തിയിലൂടെ അവരുടെ സമീപത്തേക്ക് ചെല്ലുന്നുവോ അത്രയും അവർ സ്വയം നിങ്ങളെ തന്നെ വർണ്ണിക്കാൻ തുടങ്ങും. അപ്പൊ ഏകത എന്നുള്ള ശക്തിയും വേണം, പവിത്രത എന്നുള്ള ശക്തിയും വേണം. ഇത് രണ്ടിലൂടെ ആയിരിക്കണം നമ്മൾ പ്രത്യക്ഷപ്പെടുത്താൻ ബാബയെ അല്ലെ? അപ്പൊ ഇത് രണ്ടിലൂടെയാണ് നമ്മൾ ഒരാളെ സമീപിക്കുന്നതെങ്കിൽ അവർ സ്വയം നിങ്ങളെ തന്നെ വർണ്ണിക്കാൻ തുടങ്ങുമെന്ന് ബാബ പറയാം. ഓക്കെ, അപ്പൊ ഇന്ന് മുഴുവനും ബാബ പറയുന്നത് ഫരിസ്ത സ്റ്റേജാണ്, ഡബിൾ ലൈറ്റ് ഫരിസ്ത. ആ ഒരു തീവ്ര പുരുഷാർത്ഥം, ആ ലക്ഷ്യം, തീവ്ര പുരുഷാർത്ഥത്തിന്റെ ലക്ഷ്യം ഇതായിരിക്കണം, ഞാൻ ഡബിൾ ലൈറ്റ് ഫരിസ്തയാണ്. ആ ഒരു സ്റ്റേജിലേക്ക് ആയിരിക്കണം നമ്മുടെ ലക്ഷ്യം. ഫരിസ്തയായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്തായി മാറും? ദേവതയായിട്ട് മാറും. അതുപോലെ സമാനം, ഞാൻ മാസ്റ്റർ സ്നേഹസാഗരനാണ്. കാരണം സ്നേഹം, ആത്മീയ സ്നേഹം എന്ന് പറയുന്നത് എത്ര തന്നെ സമ്പത്തുണ്ടെങ്കിലും അതിനേക്കാളും ഉയർന്നത് തന്നെയാണ് ആത്മീയ സ്നേഹം. ഭാഗം
ശാന്തി. ഓം ശാന്തി.